സാവിത്രി സീരിയലിന്റെ 5 എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ. വേദയും തരുണും അമ്മയും മോളും കൂടെ ഭക്ഷണം കഴിക്കാട്ടോ. ഷീലയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അവരവിടുന്ന് പോകും. തരുൺ ഭക്ഷണം അങ്ങനെ വാരി കൊടുക്കുമ്പോൾ ഇവരോട് പറയും, ഞാൻ മോളെ ഇവിടെ ചേർത്താലോ എന്ന് ആലോചിക്കുകയാണേ. അവിടെ ഇനി തുടരുന്നത് സേഫ് അല്ല. വേദ പറയും, അതെങ്ങനെ ശരിയാവും? ആരാ മോളെ നോക്കുക? തരുൺ പറയും, അമ്മ ഉണ്ടല്ലോ, അതിന് അമ്മ അങ്ങോട്ട് വരികയല്ലേ. തരുൺ പറയും, അമ്മ ഇനി അങ്ങോട്ട് വരണ്ടെന്നാ എന്റെ അഭിപ്രായം. വേദ ഞെട്ടും, ഇവിടെ അമ്മയ്ക്ക് അവളെ തനിച്ച് നോക്കാൻ പറ്റുമോ? തരുൺ പറയും, അവിടെയാണെങ്കിലും അമ്മ തന്നെയല്ലേ അവളെ നോക്കുന്നത്. പിന്നെ നമ്മുടെ പ്രൊഫഷൻ വെച്ച് എപ്പോഴാ വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് സ്വന്തം നാടല്ലേ, അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് വളരുന്നതാ നല്ലത്. വേദ പറയും, ഭീഷണിയെ പേടിച്ചാണോ തരുൺ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അപ്പൊ തരുൺ പറയും, എനിക്കുള്ള ഭീഷണിയെ ഞാൻ ഇതുവരെ പേടിച്ചിട്ടില്ല, പക്ഷെ ഇവളുടെ കാര്യം വരുമ്പോ അങ്ങനെയല്ലല്ലോ. വേദ പറയും, അവിടെ തൊട്ടടുത്ത് നമ്മൾ ഉണ്ടെന്നെങ്കിലും പറയാം, ഇവിടെ ആരുണ്ട്? അപ്പൊ തരുൺ പറയും, അതിന് ഞാനൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേദയ്ക്ക് ആരെ? അത് ഒരു ബോഡി ഗാർഡിനെ. ഇത് കേൾക്കുമ്പോഴും വേറെ ഷോക്കാവുന്നുണ്ട്. ഗൗരിമോൾ ചോദിക്കും, നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? എന്നെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ രാവും പകലും നോക്കാൻ ഒരു മാമൻ വരുന്നു. ഗൗരി പറയും, എനിക്ക് മാമനെയും വേണ്ട, ഒരു കൂമനെയും വേണ്ട. തരുൺ പറയും, അങ്ങനെയൊന്നും പറയരുത്, ഇത് നല്ല മാമനാണ്. ഗൗരി പറയും, വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വരും. അമ്മയ്ക്കും അച്ഛനും നല്ല തിരക്കുള്ള ജോലിയല്ലേ മോളെ, ആഴ്ചയിൽ ഒരിക്കലേ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ ഒരാഴ്ച ഞാൻ അച്ഛനെ കാണേണ്ടി നിൽക്കണ്ടേ? അത് പറ്റില്ല. എന്താ മോളെ ഇത്? അച്ഛൻ പറയുന്നത് കേൾക്ക്. അപ്പൊ മോള് പറയും, വേണ്ട വേണ്ട വേണ്ട, എന്നോട് ആരും ഒന്നും പറയണ്ട, മിണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് ഗൗരി മോൾ അവിടെ നിന്ന് എണീറ്റ് പോകും. ഈ സമയം വേദ പിന്നാലെ പോവാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ പറയും, മോൾ അവിടെ ഇരുന്നോ, ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും അവരുടെ ആ സെർവന്റ് പറയും, വേണ്ട ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. വേദ പറയും, ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുന്നേ മറ്റുള്ളവരോട് ഒന്ന് ആലോചിക്കണ്ടേ? തരുൺ പറയും, ഇത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല വേദ, ആക്രമിക്കാൻ വരുന്നത് ആലോചിച്ച് തീരുമാനിച്ചിട്ടല്ലോ, അതുകൊണ്ട് ഒരു മുൻകൂർ സുരക്ഷ നമ്മൾ ഏർപ്പാക്കുന്നത് കൊണ്ട് എന്താ കേട്? വേദ പറയും, എങ്കിലും പുറത്തുനിന്ന് ഒരാളല്ലേ വരുന്നത്, അവളൊരു പെൺകുഞ്ഞല്ലേ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലായത്, അതെന്താ തരുൺ മനസ്സിലാക്കാത്തത്? തരുൺ പറയും, അവൾ എന്റെ പ്രാണനാ, അവളെ നോക്കാൻ ഒരാളെ ഏർപ്പെടുത്തുമ്പോ ലോകത്തിലെ ഏറ്റവും വിശ്വസനായ ഒരാളെ മാത്രമേ ഞാൻ നിയമിക്കൂ. അത് കണ്ടെത്തി തരാൻ എനിക്ക് ആൾക്കാരുണ്ട്, അവരില് എനിക്ക് വിശ്വാസവും ഉണ്ട്, അതുപോലെ. അപ്പോഴും വേദയ്ക്ക് നല്ല സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. സേതുലക്ഷ്മി പറയും, മോളെ കുറിച്ച് നീ എന്തെങ്കിലും ചെയ്യുമ്പോ അതിൽ തെറ്റുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇവിടെ മോളെ നോക്കി ജീവിക്കുന്നതിലെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവളെ കുറിച്ചുള്ള എന്ത് തീരുമാനവും നിങ്ങൾ സംസാരിച്ചെടുക്കണം, എന്നിട്ട് അത് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവളുടെ പേര് പറഞ്ഞ് അവളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത് ഒട്ടും ശരിയല്ല. വേദ എന്ത് പറയുന്നു? വേദ പറയും, ഞാൻ എന്ത് പറയാനാ, നാവ് കെട്ടിയിട്ടിട്ടുകൊണ്ട് അഭിപ്രായം ചോദിച്ചാ എന്ത് പറയാനാ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് എണീറ്റ് പോകും. അപ്പൊ തരുൺ ചോദിക്കും, ഇവൾക്ക് എന്തിനാ അമ്മ ഇത്ര പരിഗണന കൊടുക്കുന്നത്? എന്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിച്ചാ പോരെ, ഇവളോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നേ? സേതുലക്ഷ്മി പറയും, അത് പറഞ്ഞ അഭിമാനം കൊള്ളാൻ മാത്രം അവളെ വളർത്തി വലുതാക്കിയതിലെ ഇവൾക്കും വലിയ റോളുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം മോൻ അമ്മ പറയുന്നത് പോലെ ചെയ്താൽ മതി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവരുടെ സെർവന്റ് രണ്ടാൾക്കാരുണ്ടല്ലോ, അവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ആ സീത പറയും, മറ്റേ ആളുടെ അടുത്ത് പുതിയൊരു ജോലിക്കാരൻ വരുന്നുണ്ട്, തരുൺ ദവാങ്കനെ പേടി കെട്ടിയിട്ടുണ്ട്, കുഞ്ഞിന്റെ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നം. അപ്പൊ ഇയാള് പറയും, അതിനെന്താ? പുതിയ ജോലിക്കാരൻ വെറും ഒരു ജോലിക്കാരനല്ല, ബോഡി ഗാർഡാ, ബോഡി ഗാർഡ്. ഹോ ആയിക്കോട്ടെ, സാബിന് എനിക്ക് വിശ്വാസമാണ്, നല്ല ആളായിരിക്കും വരുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ അടിയാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും മോളും കൂടെ റൂമിലിരിക്കുകയാണേ. വേദ തുണി മടക്കി വെക്കുകയാണ്. തരുൺ അങ്ങോട്ട് വന്ന് കഥക് തുറക്കും. വേദ ഒന്നിങ്ങോട്ട് വരുമോ? അവൾ അവിടെ ഇരുന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് തന്നോട് സംസാരിക്കേണ്ടത്. മോളുടെ കാര്യം വരുമ്പോ എനിക്ക് വല്ലാണ്ടൊരു ഉത്കണ്ഠ വരും, അതുകൊണ്ട് തന്നെ ഞാൻ നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. വേദ അത് കാര്യമാക്കണ്ട. വേദയ്ക്കും, ഞാൻ മോളെ കൂട്ടി പുറത്തു പോയതുകൊണ്ടാണോ ഇത്രയും പെട്ടെന്ന് ബോഡി ഗാർഡിനെ സംഘടിപ്പിക്കാൻ തിരക്ക് കൂട്ടിയത്? വേദ മോളെ കൊണ്ടുപോകുമ്പോ എന്നോട് ചോദിച്ചോ? വേദ പറയും, അതിന്റെ ആവശ്യമുണ്ടെന്ന് തരുൺ വിശ്വസിക്കുന്നുണ്ടോ? ഏതോ ഒരാളെ പേര് ഊരും ഒന്നും അറിയില്ല മോളുടെ ബോഡി ഗാർഡാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്നതിലെ അതിനേക്കാളും സുരക്ഷിതത്വക്കുറവാണോ എന്റെ കൂടെ അയക്കുന്നത്? തരുൺ പറയും, വേദയ്ക്ക് ഇത് മനസ്സിലാവാത്തോണ്ടാ. ബോഡി ഗാർഡിന്റെ ജോലി എന്റെ കുഞ്ഞിന്റെ സംരക്ഷണമാണ്, അല്ലാതെ അവളെ ലോകം കാണിക്കുക എന്നുള്ളതല്ല. വേദയ്ക്കും അപ്പൊ എനിക്കൊരു അവകാശം ഇല്ലെന്ന് തരുൺ വിശ്വസിക്കുന്നുണ്ട്. വേദയുടെ ആ ക്ലെയിം കേൾക്കുമ്പോഴാ എനിക്ക് അങ്ങനെ മറുപടി പറയേണ്ടി വരുന്നത്. ദയവ് ചെയ്ത് ഇനി ആവർത്തിക്കരുത്. വേദയ്ക്കും ക്ലെയിമോ? മനസ്സിലായില്ല. തരുൺ പറയും, വേദ അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗൗരി പിറന്ന സമയത്ത് വേദ കാണിച്ചത് ഒരാളും ജീവിതത്തിൽ കാണിക്കാത്തതാണ്. അതിനു പകരം ഞാനും അമ്മയും അതേ സ്നേഹം വേദയ്ക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഗൗരി അമ്മയെന്ന് വിളിച്ചപ്പോഴൊന്നും ഞാൻ അവളെ വിലക്കിയിട്ടില്ല. അതുകൊണ്ട് അർഹതയില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കരുത്. ഗൗരിയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. അവൾ എന്താകണമെന്നും എങ്ങനെ വളരണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. സോറി, ഇപ്പൊ ക്രൂരമായി പോയതിന് മാത്രം എന്ന് പറഞ്ഞ് തരുൺ അവിടുന്ന് പോകും. വേദവിഷമത്തോടെ റൂമിലേക്ക് ചെല്ലുമ്പോ മോള് ആ ബബിൾ ഗൺ വെച്ച് കളിക്കാട്ടോ.
അപ്പൊ വേദ അടുത്ത് വന്നിരുന്നേ മോളെ ഇങ്ങനെ തൊട്ട് നോക്കും. എന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോ എന്താ അമ്മേ എന്ന് വെച്ച് ആ കുട്ടി കവിളില് പിടിക്കുക. എന്താ പറ്റിയമ്മേ? വേദ കരയാട്ടോ. അച്ഛൻ ചീത്ത പറഞ്ഞോ? അച്ഛൻ എന്തിനാ അമ്മയോട് ചീത്ത പറഞ്ഞത്? പോലീസ് ആയതുകൊണ്ടാണോ? പോലീസ് കള്ളന്മാരല്ലേ ചീത്ത പറയാ? അമ്മ കളക്ടർ അല്ലേ? വേദ ഒന്നും പറയാതെ കണ്ണീര് തുടച്ച് മോളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ ഗൗരി പറയും ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, കാര്യമായി ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞേ അവിടുന്ന് എണീറ്റ് പോവാണേ. വേദ ഗൗരി മോളെ നിക്ക് എന്ന് പറഞ്ഞേ പിടിച്ചു വെച്ചിട്ട് പറയും ദേ അമ്മ കരഞ്ഞതൊന്നുമല്ല, എന്തിന്റെ നുണ പറയുന്നത്, ഞാൻ കണ്ടതല്ലേ, ഇപ്പൊ വരാം എന്ന് പറഞ്ഞേ മോൾ അവിടുന്ന് പോകും. ദേ മോളെ പറയുന്ന കേൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും മോളെ ഒന്നും കേൾക്കാണ്ട് പോകട്ടോ. ഗൗരിമോളെ തരുണിന്റെ അടുത്ത് വന്നിട്ട് പറയും അച്ഛാ യു ഹാഡ് സേ സോറി, പറഞ്ഞേ പറ്റൂ. ഭരതൻ ചോദിക്കും എന്തിന്? അമ്മയെ കരയിപ്പിച്ചതിനെ. തരുൺ പറയും അതിന് അച്ഛൻ കരയിപ്പിച്ചില്ലല്ലോ. ഗൗരിമോള് പറയും നോണ പറയണ്ട, അച്ഛന്റെ അടുത്തുനിന്ന് അമ്മ കരഞ്ഞോണ്ട് വന്നത്, അപ്പൊ പിന്നെ അച്ഛനല്ലാണ്ട് വേറെ ആര് കരയിപ്പിക്കാനാ? പോലീസ് കള്ളന്മാരല്ലേ ചീത്ത പറയാ, അമ്മ തീഫല്ലല്ലോ, പിന്നെ എന്തിനാ കരയിപ്പിച്ചതേ? തരുൺ ചോദിക്കും എന്റെ ഗൗരിമോൾ എന്തൊക്കെയാ പറയണേ? എന്നോടൊന്നും ചോദിക്കണ്ട, ചോദിച്ചതിന് ഉത്തരം പറ. അമ്മ കരഞ്ഞത് വേറൊരു കാരണം കൊണ്ടാ. ഗൗരിമോളയ്ക്കും മോളയ്ക്കും എന്ത് കാരണം? അതായത് ഇനി മോൾ ഇവിടെ നിന്നല്ലേ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഗൗരിമോള് പറയും അവിടുത്തെ സ്കൂളും നല്ലത് തന്നെയാ, അതിനേക്കാളും നല്ലതാ ഇവിടുത്തെ സ്കൂള്. അപ്പൊ ഗൗരി പറയും ഗൗരിമോൾ ഇവിടെ നിന്ന് പഠിക്കുന്നത് കൊണ്ട് അമ്മ എന്തിനാ കരയുന്നത്? അതായത് ഗൗരിമോൾ ഇവിടെ നിൽക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോണ്ടേ, എല്ലാ ദിവസവും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പൊ ഗൗരിമോള് പറയും ഓ അപ്പൊ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോവാണല്ലേ? ഉപേക്ഷിക്കാനോ? ആരാ ഇതൊക്കെ പറഞ്ഞേ? അച്ഛമ്മ ഇവിടെ മോളുടെ കൂടെ ഉണ്ടാകും, പിന്നെ ഷീലാൻറ്റി ഉണ്ടാവും, റാമങ്കിൾ ഉണ്ടാവും, കൂടാണ്ട് മോളുടെ കൂടെ മാത്രമായിട്ട് നടക്കാനായിട്ട് വേറൊരു അങ്കിളും ഉണ്ടാകും. വേണ്ട, എന്റെ കൂടെ ആരും വേണ്ട, എന്റെ കൂടെ അച്ഛനും അമ്മയും മാത്രം മതി. മോള് പറയണൊന്ന് കേൾക്ക്. ഗൗരി കരഞ്ഞിട്ട് പറയും ഞാനൊന്നും കേൾക്കില്ല, എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ മാത്രം നിന്നാ മതി. മോള് പറയുന്നേക്ക് അച്ഛൻ. മോളെ പറയണത് വേണ്ട, എനിക്ക് മനസ്സിലായി, അച്ഛൻ എന്നോട് ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹം, അതാ എന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞപ്പോ അമ്മ കരഞ്ഞത്. ഞാൻ നിൽക്കൂല. തരുൺ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോൾ അതിനൊന്നും തയ്യാറാവുന്നില്ല. ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ തരുണിന് വിഷമാവേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം പുറത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. ഈ സമയം ആമി അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോ വിക്രമിനെ കാണാട്ടോ. ഇതെന്താ അവിടെ വന്നിരിക്കുന്നത്, രാത്രിയല്ലേ? വിക്രം ചോദിക്കും ഇതെന്താ ഇതിലെ, ആ ഡോറ് തുറന്ന് അങ്ങോട്ട് വന്നാ പോരെ? അപ്പൊ ആമി പറയും ആ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ആ കുടുംബത്തിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ, അപ്പൊ ഇപ്പൊ വന്നതോ എന്ന് വിക്രം ചോദിക്കും. ആമി പറയും ഇപ്പൊ നമ്മൾ മാത്രല്ലേ ഉള്ളൂ, അല്ല പുറത്തൊരു റൈഡ് പോകുന്നതില് വിരോധമുണ്ടോ? ഞാൻ നല്ല മൂഡിലാ. അപ്പൊ വിക്രം പറയും ഞാൻ ചോദിച്ചതേ ഉള്ളൂ, അല്ല താനെന്താ ഉറങ്ങാത്തത്? അപ്പൊ പറയും അതൊക്കെ വലിയ കഥയാടോ, അതൊക്കെ വലിയ കഥയാടോ, ഇപ്പോഴത്തെ സാഹചര്യത്തില് അത് തന്നോട് പറയാൻ പറ്റില്ല, അത് കേട്ടാ താൻ കലങ്ങി പോകും, പിന്നെ അത് ചുരുക്കി പറയാനും പറ്റില്ല, എനിക്ക് തന്റെ കഥ കേൾക്കാനാ ഇഷ്ടം, അതുകൊണ്ട് താൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറ. എന്തോ ഒരു കാര്യം തന്നെ അലട്ടുന്നുണ്ട്. വിക്രം ഇങ്ങനെ നോക്കുമ്പോ ആമി പറയും എന്റെ തലയിൽ ഇപ്പൊ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കാ, ശരിക്കും പറഞ്ഞ വേലിയെ. ഈ സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ, ഫുൾ എനർജി ലെവലില് കേട്ടിരിക്കാൻ ഇഷ്ടം. ഓഫ് ആവുന്നത് അമാവാസി തുടങ്ങുമ്പോഴാ. ഈ വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞ അട്ടാറ് സമയാ, മനസ്സൊക്കെ ഉള്ളിലേക്ക് വരും. വിക്രം പറയും ഇയാൾ എന്തൊക്കെയാ പറയുന്നത്, എനിക്കിത് മനസ്സിലാവുന്നില്ല. അത് പലർക്കും മനസ്സിലാവാറില്ല. അപ്പോ ലാലേട്ടന്റെ ഡയലോഗ് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്. വിക്രമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും വട്ടാണല്ലേ എന്ന്. വട്ടൊരു രസാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോ വിക്രം ആകെ അന്തം വിട്ടോ, ഇവൾ എന്തൊക്കെയാ പറയണെന്ന് വെച്ചിട്ട്. അതൊക്കെ പറയാം, ഇയാളുടെ പ്രശ്നം പറ, എന്താ പ്രശ്നം? വിക്രം ചോദിക്കും എന്ത് പ്രശ്നം? ആമി പറയും ഇവിടെ ഇപ്പൊ ആലോചിച്ചിരുന്നില്ലേ, ആ പ്രശ്നം പറ. ഒന്നില്ലെങ്കിലും 5-6 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ഡീൽ ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്രയ്ക്ക് പേടിക്കണോ? വിക്രം പറയും ആര് പറഞ്ഞു പേടിയാണെന്ന്? ഞാൻ ആലോചിച്ചത് നാളെ തുടങ്ങാൻ പോകുന്ന ജോലിയെ കുറിച്ചോ ആ കുഞ്ഞിനെ കുറിച്ചോ അല്ല. അതിപ്പോ ഞാൻ പറയട്ടെ, വിക്രം ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേദയെ കുറിച്ചല്ലേ? ശരിക്കും പറഞ്ഞ 4-5 വർഷം മുന്നേ ഉള്ള വേദയോടൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച്. വിക്രം ഒന്നും ഞെട്ടും, അതെങ്ങനെ മനസ്സിലായി? ആമേറയും ഡിപ്രഷൻ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്, എനിക്ക് വരുന്ന പോലെ ആവും ചിലപ്പോ, അതായത് ഇതുപോലെ. തനിക്ക് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഉള്ളത് വേദയെ കുറിച്ച് അല്ലേ? അപ്പൊ വിക്രം പറയും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ താനെല്ലാം പഠിച്ചല്ലോ. അങ്ങനെ സ്പൈ വർക്ക് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ, മാഷും അച്ഛനും സംസാരിക്കുന്നത് ചില പൊട്ടും പൊടികളും, പിന്നെ മാഷു പറഞ്ഞ വേദയെ കുറിച്ച് ഞാൻ ഊഹിച്ചെടുത്തു. അപ്പൊ വിക്രം പറയും അമ്മി പറഞ്ഞത് ശരിയാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ വേദയോടൊപ്പം ഉണ്ടായിട്ടുള്ളതാ. ഞങ്ങൾ പിരിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പറയും ആ വാക്ക് ശരിയല്ല, പിരിഞ്ഞതല്ല കേട്ടോ, രണ്ടിടത്ത് ആയിപ്പോയതാ. അതിനു മുമ്പ് ഞങ്ങൾ ആസ്വദിച്ച് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു, ഹൈ റേഞ്ചിലെ തേയിലത്തോട്ടത്തിലെ ദിവസങ്ങൾ. അവിടെ വെച്ച് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. ശരിക്കും ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് 5 വയസ്സായനെ. നാളെ ഇപ്പോ ആ പ്രായത്തിലൊരു കുഞ്ഞിന്റെ സുരക്ഷാ ചുമതലയാണ് ഏറ്റെടുക്കുന്നതെന്ന് ആലോചിച്ചപ്പോ ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. ശരിയാണ്,
അപ്പൊ ആമി പറയും ഞാനിപ്പോ നല്ല ഓളത്തിലുള്ള സമയമാണ്, അതുകൊണ്ട് ആരെ വേണമെങ്കിലും ഉപദേശിക്കാൻ നല്ലതാ. അതുകൊണ്ട് പറയാ, നമ്മൾ പണ്ട് കെമിസ്ട്രി പഠിക്കുമ്പോ അതിൽ കാറ്റലിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? നമ്മുടെ കാറ്റലിസ്റ്റുകൾ എപ്പോഴും നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതായിരിക്കണം, അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലെ അപ്പാടെ വിഴുങ്ങുന്ന ഒന്നാവരുത്. അപ്പൊ ഇനി ഇരുന്ന് ആലോചിക്കാതെ കിടന്നാലോചിക്കാൻ നോക്ക്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകുമ്പോ ആമി ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, എന്താ തന്റെ പ്രശ്നം? സിമ്പിളാ, ബൈപോളാർ ഡിസോർഡർ. വിക്രം ഇങ്ങനെ അന്തം വിട്ടു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടുന്ന് പോകും. വിക്രം ആകെ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ വിഷമത്തിൽ വീട്ടിന് മുറ്റത്തിരിക്കുമ്പോ തരുൺ അങ്ങോട്ട് വരും. വേദ, സോറി, ഞാൻ ഇത്തിരി മോശമായി പെരുമാറി. ഇത് ആദ്യത്തല്ലെന്ന് എനിക്കറിയാം, പക്ഷെ വേദയോട് അങ്ങനെ പറയണമെന്ന് കരുതിയല്ല. ചില സമയത്ത് എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോവാണ്. വേദ എന്നെ കാണുന്നതിന് മുന്നേയുള്ള ഒരു തരുൺ എന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഭയം എന്താണെന്ന് ഒട്ടും അറിയാത്തൊരാൾ. എന്റെ രാധിക കൺമുന്നിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോഴാ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നെന്ന് മനസ്സിലായത്. അവളുടെ മരണം കൂടെ ആയപ്പോ ഞാൻ പൂർണ്ണമായി തകർന്നുപോയി. പക്ഷേ മകളെ വളർത്തുന്ന സിംഗിൾ ഫാദർ എന്ന നിലയില് ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. ക്രൈമും പ്രശ്നങ്ങളും നിറഞ്ഞ ഡൽഹി ജീവിതത്തിൽ നിന്നും മാറി നിൽക്കാനാ ഞാൻ ട്രാൻസ്ഫർ സ്വീകരിച്ചത് തന്നെ. നമ്മളെ എല്ലാ കാലത്തും കാത്തിരുന്നത് ഇത് തന്നെ ആയതുകൊണ്ട് ഇവിടെയും അതേ ജീവിതം തന്നെ തുടരേണ്ടി വന്നു. എന്നാ എന്റെ മകളെ കൂടെ ഉന്നം വെക്കുന്നു ഞാൻ കരുതിയില്ല. ശരിക്കും ഷോക്കായിപ്പോയി. അതുകൊണ്ടാ ഞാൻ അവളെ ഇവിടെ തന്നെ നിർത്താൻ തീരുമാനിച്ചത്. വേദ, അവളോടൊന്ന് സംസാരിക്കണം. അപ്പൊ വേദ പറയും, മക്കളെ സംരക്ഷിക്കാൻ മാത്രമല്ല പാരന്റ്സ്, അവരുടെ സന്തോഷം അത് നിലനിർത്തുക, പിന്നെ പാരന്റ്സിന്റെ സാമീപ്യം അതുകൂടെയാണ്. തരുൺ പറയും, എനിക്ക് മനസ്സിലാകും. എന്റെ മകളുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കൂ വേദ. പിന്നെ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമല്ലല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാട്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊരു ട്രാൻസ്ഫറിനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിനൊരു ലോ ആൻഡ് ഓർഡർ തന്നെ വേണമെന്നില്ലല്ലോ, ഏതെങ്കിലും കോർപ്പറേഷൻ ആയാലും ഞാൻ ഓക്കെ. വേദ പറഞ്ഞ പോലെ അവൾക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ അവളോടൊപ്പം കഴിയണം തന്നെ എനിക്കും. അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പക്ഷേ അതിനിപ്പോ ഇപ്പോഴത്തെ ഈ ത്രെഡിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം വേദ, പ്ലീസ്. വേദയ്ക്ക് ഞാനോ? തരുൺ പറയും, പിന്നെ ആരെ? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ. അവൾക്ക് പെറ്റമ്മ ഇല്ലാണ്ട് പോയല്ലോ. ഇത് കേൾക്കുമ്പോഴാണ് വേദയ്ക്ക് എന്താവുന്നത്. പ്ലീസ് വേദ, ഞാനും വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മോളടുത്ത് സംസാരിക്കാനായിട്ട് അവിടുന്ന് പോവാട്ടോ. മോളിങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോ വേദ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, വേദയ്ക്കും മോള് പിണക്കത്തിലാണോ? ഞാൻ ചോദിച്ചത് മോള് കേട്ടോ? വേദയും തരുണും പരസ്പരം നോക്കി ചിരിക്കൂട്ടോ. അമ്മയോടും പിണക്കത്തിലാണോ? ഗൗരിമോള് പറയും, എന്നെ കൊണ്ടുപോകാണ്ട് നിങ്ങൾ രണ്ടുപേരും പോവല്ലേ? വേദയ്ക്കും, ആര് പറഞ്ഞു അങ്ങനെ? ഇനി കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ഗൗരി പറയും, അപ്പൊ ഇങ്ങോട്ട് പോന്നാ പോരെ? വേദ പറയും, അപ്പൊ മോളെങ്ങനെ സ്കൂളിൽ പോകും? ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം. വേദ പറയും, ആ സമയത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ? വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണം. വേദ പറയും, അയ്യോ, അങ്ങനെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നാലേ ഗൗരിക്കുട്ടി തനിച്ചാവില്ലേ? റോയങ്കളും ശീല ചേച്ചിയും അച്ഛമ്മയും ഉണ്ടാവുമല്ലോ. വേദ പറയും, അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾ കാണില്ലേ, എപ്പോഴും ഗൗരിമോളിനോടൊപ്പം വന്ന് കളിക്കാൻ അവർക്ക് എവിടുന്ന സമയം കിട്ടുക? മാത്രമല്ല ഗൗരിമോൾക്ക് മോളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരല്ലേ വേണ്ടത്. മോള് പറയും, അവരൊക്കെ അവിടെ ഉണ്ടല്ലോ. വേദ പറയും, അതിപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അപ്പൊ മോൾ എന്ത് ചെയ്യും? എന്നാ അമ്മ പറയട്ടെ. ഗൗരിമോൾ ആലോചിക്കുമ്പോ വേദ പറയും, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഗൗരിമോള് കുറേ കൂട്ടുകാരുണ്ടാക്കണം. അതിനെന്ത് വേണം? ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പഠിക്കണം. ഗൗരിമോള് പറയും, അതിന് നിങ്ങൾ അവിടെയല്ലേ? തരുൺ പറയും, ഞങ്ങൾ എല്ലാ വീക്കിലും മോളെ കാണാൻ വരുമല്ലോ, അതുപോലെ. പിന്നെ മോള് എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ അച്ഛൻ ഇവിടെ ഒരാളെ നിർത്തുന്നുണ്ട്. അതാരാ? അപ്പോ തരുൺ പറയും, ഗൗരിമോൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊരാള്. ഗൗരി പറയും, എനിക്ക് ആരെയും വേണ്ട. തരുൺ പറയും, അയ്യോ, നാളെ മുതൽ അച്ഛൻ അയാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗൗരി പറയും, വേണ്ട, എനിക്ക് ആരെയും കാണണ്ട, എനിക്കിഷ്ടല്ല. അപ്പൊ വേദ പറയും, വേണ്ട, നാളെ അമ്മ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഓക്കെ അല്ലേ? ഓക്കെ, പക്ഷെ തിരിച്ചു കൊണ്ടുവരാനും അമ്മ വേണം. വേദ പറയും, ശരി, നാളെ അമ്മ ലീവ് എടുക്കാം, പക്ഷെ മറ്റന്നാൾ മുതൽ പറ്റില്ല, പിന്നെ വീക്കെൻഡിലേ വരുള്ളൂ. തരുൺ പറയും, മറ്റന്നാൾ അച്ഛൻ വരാം, എന്നിട്ട് തിരിച്ചു പോകുമ്പോ മോളെയും കൊണ്ടുപോവാം. വേദ പറയും, ഞായറാഴ്ച മോളെ കൂട്ടി അമ്മ തിരിച്ചു വരും, എന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും സ്കൂളിൽ പോയി വരും. പക്ഷെ തിങ്കളാഴ്ച മുതലേ മോള് സ്കൂൾ ബസ്സിൽ തനിയെ പോണം. തരുൺ പറയും, അപ്പോഴേക്കും മറ്റേ ആംഗിളിനോട് വരാൻ അച്ഛൻ പറഞ്ഞേൽപ്പിക്കാം. മോള് പറയും, നിങ്ങൾ എന്തായാലും ഇല്ലല്ലോ, അപ്പൊ പിന്നെ വേറെ ആരും വേണ്ട. വേദ ഇങ്ങനെ മോളെ നോക്കിയിട്ട് പറയും, ഓക്കെ, തൽക്കാലം നാളെ ആരും വരില്ല, നമുക്ക് ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കാം. അപ്പോ തരുൺ പറയും, അയ്യോ, ഞാൻ നാളെ അയാളോട് വരാൻ പറഞ്ഞുപോയി. വേദ പറയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞാ പോരെ, അപ്പോഴേക്കും മോളും ഓക്കെ ആകും. എന്തായാലും ഒരാഴ്ച അമ്മ കൂടെ ഉണ്ട് പോരെ? അപ്പൊ ഗൗരിക്ക് സന്തോഷാവും. ചിരിക്കുന്ന കാണുമ്പോ തരുണും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ മോളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നിരിക്കട്ടോ. അങ്ങനെ കുട്ടിയെ കുറിച്ച് ടീച്ചർ പറയും, മാഡം പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, അഡ്മിഷൻ കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുള്ളെങ്കിൽ ഒരു വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളെക്കാളും കുറുമ്പിയാണ് ഗൗരി. വേദയ്ക്കും, എന്താ മാഡം പ്രശ്നം? അപ്പൊ മാഡം പറയും, ഒരു പ്രശ്നം മാത്രമാണെങ്കിൽ സഹിക്കാം, ഇത് പ്രശ്നങ്ങളേ ഉള്ളൂ.
വേദ പറയും ഒരു പുതിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറി വന്നതിന്റെ പ്രശ്നമായിരിക്കും. ക്ലാസ് ടീച്ചർ പറയും മാഡം പറഞ്ഞത് ശരിയാണ്, സാധാരണ കുട്ടികളെ ഈ അന്തരീക്ഷമായിട്ട് ഇണക്കി എടുക്കാനാ ഞങ്ങൾക്ക് പാട്, പക്ഷെ ഗൗരിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വേദയ്ക്കും പിന്നെ അപ്പോ പ്രിൻസിപ്പൾ പറയും ടീച്ചർ പറ. ആ അടി. ഇത് കേൾക്കുമ്പോ വേദ ഞെട്ടും. അടിയോ? പ്രിൻസിപ്പൾ പറയും അതെ, അവൾക്ക് ഇഷ്ടമല്ലാത്തതാണ് ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ ക്ലാസ് ടീച്ചറോട് പരാതി പറയോ, അതിന് പരിഹാരം കാണുകയല്ല അവളുടെ രീതി, നേരിട്ട് അടിച്ചു തീർക്കുക ചെയ്യുന്നത്. വേദ ആകെ അസ്വസ്ഥാവും. ഗൗരി വരുന്നതിന് മുന്നേ ക്ലാസ്സിലെ ഏറ്റവും അലമ്പ് പയ്യൻ ആൽബിനായിരുന്നു. പാവം ഇപ്പൊ ഒരു മൂലയ്ക്ക് പോയിരിപ്പ. ഇതിന്റെ പേരില് ഗൗരിയെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും നിൽക്കണ്ട. ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്നൊന്നും പറഞ്ഞതാ. വളരെ ചെറുപ്പം മുതലേ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു ശീലമായിട്ട് മാറും. പിന്നെ കുറെ കഴിയുമ്പോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവും. പ്രിൻസിപ്പൾ പറയും മാഡത്തെ പോലെ ഒരാളെ ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. UKG മുതൽ പ്രീ പ്രൈമറി വരെയുള്ള ഈ കലാവിളവാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന സമയമാണെന്ന് അറിയാലോ. വിളയുന്ന പയർ മുളയിലെ അറിയാന്ന് പറയാറില്ലേ? വേദയ്ക്കും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം പ്രശ്നം എന്താ ടീച്ചർ? അവള് മുമ്പ് പഠിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ പരാതി വന്നിട്ടില്ല മാഡം. അപ്പം മാഡം പറയും പരാതിയല്ല, പാരന്റ്സിനോട് കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അതുപോലെ ഗൗരിയെ കുറിച്ചും പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ അച്ഛനും അമ്മയും സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നവരല്ലേ, അതുകൊണ്ടും അവൾക്ക് താനായിരിക്കും അത് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ വന്നത്. വേദയ്ക്കും എന്ന് വെച്ചാ അപ്പൊ പ്രിൻസിപ്പൾ പറയും ടീച്ചറെ ഇന്നലെ ഉണ്ടായ സംഭവം പറ. അങ്ങനെ വേദയുടെ ടീച്ചർ കാര്യം പറയണേ. ഇവിടെ ടീച്ചറും കുട്ടികൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡ്രോയിങ്, കളറിങ്, പാട്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം അവർ ഫ്രീ ആയിട്ട് വിടാറുമുണ്ട്. ആ സമയം അവർക്ക് ഇഷ്ടപ്പെട്ട കളികൾ കളിക്കുകയും ചിലപ്പോൾ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമയം ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഗൗരിയിലെ ക്ലാസ്സിലൊരു കുട്ടി വന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യം പറയാട്ടോ ടീച്ചറെ. അടി. അടിയോ? ആൽബിനും ഗൗരിയും നല്ല അടിയാ. ഫൈറ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ഫൈറ്റാ. ഇത് കേൾക്കുമ്പോ ടീച്ചർ പറയും വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോ ആൽബിനും രണ്ട് കുട്ടികളും ഒരു ഭാഗത്തിരുന്ന് കരയാ. ഗൗരിയും കുറച്ച് കുട്ടികളും ഒന്നും സംഭവിക്കാത്ത പോലെ കളിച്ചോണ്ടിരിക്കുന്നു. വേദ അന്തം വിട്ടുക. ടീച്ചർ ചെല്ലുമ്പോ ഗൗരി വേറൊരു കുട്ടീന്റെ കൂടെ കളിക്കാണ്. ആൽബിൻ ഒരു മൂലയിൽ ഇരിക്കാട്ടോ. എന്നിട്ട് രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചിട്ട് ടീച്ചർ ചോദിക്കും ഗൗരി ആൽബിൻ അടിച്ചോ? ആൽബിൻ പറയും ഗൗരി എന്തിനാ അടിച്ചത്? ഗൗരി പറയും ആൽബിനെ മാത്രമല്ല അശ്വിനെയും ബിബിനെയും അടിച്ചു. ടീച്ചർക്ക് എന്താ ഉണ്ടായതെന്ന് അറിയോ എന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യം ഗൗരി ടീച്ചറോട് പറയണേ. അതായത് ഗൗരി ഇങ്ങനെ കളർ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരു കുട്ടീന്റെ അടുത്തേക്ക് ആൽബിനും ഫ്രണ്ട്സും വന്നിട്ട് കളർ പെൻസിലാ ഇത് എന്റെയാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കൊടുക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട്. പണ്ട് വിക്രമിന്റെ ആ സ്റ്റൈൽ കേട്ടോ. അങ്ങനെ ആൽബിനും ഫ്രണ്ട്സും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പെൻസിലെ പിടിച്ച് വലിച്ചു വാങ്ങിക്കാട്ടോ. ഈ സമയം ആ കുട്ടി കരയും. ഇത് കാണുന്ന ഗൗരി ദേഷ്യത്തോടു കൂടെ ആ കളറിങ് ചെയ്യാൻ പറ്റാണ്ട് ആ ദേഷ്യത്തില് അവിടെ നിന്ന് എണീക്കാട്ടോ. ഇത്രയും കേൾക്കുമ്പോ തന്നെ വേദ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഗൗരിയെ കുറിച്ചുള്ള ഓരോരോ കാര്യം പറയുമ്പോഴും വേദയ്ക്ക് പണ്ട് വിക്രം ചെയ്തിരുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ഓർമ്മ വരുന്നത്. അതേ രീതി അതേ സ്റ്റൈൽ എല്ലാം. അങ്ങനെ കുട്ടിയുടെ കയ്യിൽ നിന്ന് കളർ പെൻസിൽ വാങ്ങിച്ചതും അടിച്ചതും എല്ലാം പറയുമ്പോഴും വേദ വിക്രം ചെയ്തൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഗൗരി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ വാങ്ങിച്ച് ആ കുട്ടീനെ ഇടിച്ചൊക്കെ പറയട്ടെ ടീച്ചറോട്. ഞാൻ ചെയ്തത് മാത്രമാണോ തെറ്റ്? അല്ലല്ലോ. ഇത് കേൾക്കുന്ന മിസ്സിനൊന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാരും പോയിരിക്കുന്നു പറഞ്ഞ് എല്ലാരെയും അവിടെ നിന്ന് ഓടിക്കാട്ടോ. ഈ സമയം വേദ ഇങ്ങനെ എന്തോ ആലോചിക്കല്ലേ. മാഡം മാഡം എന്താ ഓർത്തത്? വേദ പറയും ഒന്നുമില്ല. പ്രിൻസിപ്പൾ പറയും പാരൻസ്, അതായത് ഹീറോ ആയ പോലീസായ അച്ഛന്റെ കഥകളെല്ലാം കേൾക്കുമ്പോ അതെല്ലാം ക്ലാസ്സിൽ കാണിക്കാൻ തുടങ്ങും. കുറെയൊക്കെ നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് തിരുത്തണം. ടീച്ചർ പറയും അറിയാലോ, പഴയ കാലമല്ല, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്കാണെങ്കിലും പാരൻസ് കാണുന്നത് വലിയവർ തമ്മിലുള്ള യുദ്ധമായിട്ടാ. വേദ പറയും മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്ലീസ് നിങ്ങളത് ഉറപ്പാക്കണം. നിങ്ങളെപ്പോലെ ഒരു സബ് കളക്ടറുടെയും SP യുടെയും മകൾ ഇവിടെ പഠിക്കാന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. വേദാറിയും മനസ്സിലായി. ടീച്ചറേക്കും ഗൗരിയുടെ അച്ഛൻ എങ്ങനെയാ, ഇടിയൻ പോലീസാണോ? അല്ല, അച്ഛന്റെ ക്യാരക്ടർ ബ്ലഡിൽ ഉണ്ടാവല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വേദ ചിരിച്ചിട്ട് പറയും ശരി ടീച്ചർ, അവളുടെ അച്ഛന്റെ അതേ ക്യാരക്ടർ അവളും കാണിക്കുന്നത്. അവനവൻ തോന്നുന്ന ശരിക്കു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ക്യാരക്ടർ. ടീച്ചർ പറയുമ്പോ ഞാൻ അത് ഓർക്കായിരുന്നു. ശരി എന്നാ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ വേദ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുമ്പോണ്ടാവും മോൾ അവിടെ നിൽക്കുന്നേ. വേദ മോളെ കൂട്ടി അവിടെ പോയി ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കാട്ടോ. മോളോയ്ക്കും അമ്മേ എന്നെ ഇവിടുന്ന് പുറത്താക്കോ? വേദ പറയും എന്ന് പറഞ്ഞ് ഗൗരിമോൾ ഇങ്ങനെ നോക്കുമ്പോ പണ്ട് വിക്രമിന്റെ കൂടെ ഇരുന്ന പോലെ തോന്നാട്ടോ. എന്നിട്ട് മോളെ ചേർത്ത് പിടിക്കും. വേദയുടെ കണ്ണ് നിറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ചായ ഉണ്ടാക്കി കുടിക്കാണ്. അപ്പൊ അങ്ങോട്ട് നമ്മുടെ സാറ് വിളിക്കും. എന്തായി വിക്രം? ഞാൻ വരും സാർ. തരുൺ സാർ എന്നെ രാത്രി വിളിച്ചിരുന്നു താൻ വരുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓ ഷുവറാണ് സാർ. സാർ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചോളൂ. തരുൺ സാറും മാഡവും നിന്നെ കണ്ടിട്ടേ പോകൂ. മാഡത്തിന് ഇത്തിരി നേരത്തെ ഇറങ്ങണം. നീ നേരത്തെ എത്തില്ലേ? ശരി, ഞാൻ ഇറങ്ങാൻ തുടങ്ങാ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ അപ്പോഴേക്കും മാഷ് വിക്രമിന്റെ അടുത്തേക്ക് വരും. ആരാണ്?
അപ്പം വിക്രം പറയും ആൻഡ്രൂസ് സാറാണ്, ആൻഡ്രൂസ് അയക്കെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛാ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ മാഷ് പറയും നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു കുടുംബനാഥനാവല്ലേ, ചോറും കറിയൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്, നീ ഇങ്ങനെ ഒരു ജോലിക്ക് പോകണമെന്നുള്ളത് എന്റെ സംശയം. വിക്രം പറയും ആദ്യം എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ അതിനോടൊരു താല്പര്യമൊക്കെ തോന്നണേ. മാഷയ്ക്കും ശരിക്കും. വിക്രം പറയും ശരിക്കും. ഒരു 5 വയസ്സുള്ള കുട്ടിയോടൊപ്പം ജീവിക്കാൻ പോവല്ലേ, അതിന്റെ ഒരു ഹരം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ, മാഷ് പറയും നിങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ നിനക്കും വേദയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഈ പ്രായമായിരുന്നേനെ അല്ലേ. ആ DVSPയുടെ ശത്രുക്കൾ കുഞ്ഞിനെ ഒന്നും ചെയ്യാതിരിക്കാനാ നിന്നെ ഏൽപ്പിക്കുന്നത്, അത് മറക്കണ്ട. വിക്രം പറയും അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത്? മാഷ് പറയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞ് നിന്റേതല്ല. ഒരകലം സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാ. ഇന്നലെ പാതിരാത്രിക്ക് നീയും ആമിയും കുറെ നേരം പുറത്തുണ്ടായിരുന്നല്ലേ? വിക്രം പറയും അതെ, ആമി ഇങ്ങോട്ട് വന്നതായിരുന്നോ? അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ. മാഷയ്ക്കും എന്ന് വെച്ചാ? വിക്രം പറയും ഒരാളുടെ മൂഡിലും എനർജിയിലൊക്കെ വലിയ ചേഞ്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥ അത്. കുറെ കാലം ഫുൾ ഓഫ് എനർജി, ഹാപ്പി, കടുത്ത ആത്മവിശ്വാസം എന്നിങ്ങനെ ആയിരിക്കും. കുറെ കാലം ഉറക്കം പോലും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെയുള്ള കാലം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അമിതമായ ക്ഷീണം, ദേഷ്യം, ഉറക്കമൊക്കെ. മാഷയ്ക്കും അത് ആ കുട്ടിക്ക് അറിയാലേ, അതുകൊണ്ടാണല്ലേ അവൾ 6 മാസത്തിന്റെ കാര്യം പറഞ്ഞത്. വിക്രം മൂളും. എന്തായിരിക്കും അതിന് കാരണം? വിക്രം പറയാ അറിയില്ല. ഇനി അച്ഛനായിട്ട് ഇതേക്കുറിച്ച് അരവിന്ദേട്ടനോട് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്നാ റെഡി ആവട്ടെ, ആ ഓഫീസറിന്റെ ഭാര്യയ്ക്ക് എന്നെ നേരിട്ട് കണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വേണം പോവാനത്രേ. മാഷു പറയും സ്വാഭാവികം, സ്വന്തം കുഞ്ഞിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകുന്നത് ആരെയാണെന്ന് അമ്മയ്ക്ക് അറിയണല്ലോ, നീ എന്തായാലും ചെന്നിട്ട് വിളിക്കേ എന്ന് പറഞ്ഞ് മാഷ് ചായ കുടിക്കും. വിക്രം അവിടുന്ന് പോകട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു മെഷീന്റെ സൗണ്ടാണേ. അങ്ങോട്ട് ആമി വരും. അല്ല ആരപ്പത്? വിക്രം ആകെ മാറിയിട്ടുണ്ട് കേട്ടോ, ആ താടിയൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുക, ഹെയർ സ്റ്റൈലും മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ ആമിക്കും അപ്പൊ മുടിയും താടിയൊക്കെ വെട്ടിയോ? വിക്രം പറയും ജോലി അറേഞ്ച് ചെയ്ത് തന്ന ആളെ വൃത്തിയായിട്ട് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വലിയ കോർപ്പറേറ്റ് കമ്പനിയിലല്ലേ ജോലി, വിക്രത്തിന് നല്ലത് ആ പഴയ താടി ആയിരുന്നു. വിക്രം ഇങ്ങനെ കണ്ണടിയിൽ നോക്കി ആ താടിയെ ഒഴിഞ്ഞു നിൽക്കുമ്പോ മാഷ് അങ്ങോട്ട് വരും. എന്തായാലും കൊച്ചുകുട്ടിയുടെ കൂടെ അല്ലേ കഴിയുന്നത്, താടിയും മുടിയൊക്കെ വെട്ടി ഒരു മര്യാദ ലുക്ക് ഉണ്ടായ നല്ലത് തന്നെയാ. ആമി പറയും ആയിക്കോട്ടെ, ഞാൻ ദയേ പോയി ഇതാ വന്നു, നമുക്ക് ഒരുമിച്ചിറങ്ങാം, എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയാൽ മതി. അങ്ങനെ അവൾ അവിടുന്ന് പോകും. വിക്രം ആ മുടിയെല്ലാം എടുത്ത് കളയാൻ തുടങ്ങുമ്പോ മാഷ് വരും. അടുത്തേക്ക് ചെന്നിട്ട് പറയും ഒരു കാര്യം നിന്നോട് പറയാൻ വിട്ടു. എന്താച്ചാ, നാളെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ശ്രീനിവാസനായി മാറരുത്, അത് നീ ശ്രദ്ധിക്കണം. അപ്പൊ വിക്രം തല താഴ്ത്താട്ടോ. മാഷു പറയും അയാളെ കുറിച്ച് മോശം പറയുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, നിന്റെ അങ്കിളിലെ അയാൾ നിന്നോട് എപ്പോഴും നന്നായി പെരുമാറിയിട്ടുള്ളൂ, അയാൾക്ക് വേണ്ടിയാ നീ ഏറ്റവും കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത്, അത് മറക്കരുത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ കുട്ടിയുടെ നേർക്ക് സംഭവിച്ചേക്കാം എന്ന് അവര് തോന്നുന്ന അപകടങ്ങളുടെ സാധ്യതയെ ഇല്ലാതാക്കാം, പക്ഷെ ആ അപകടങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? വിക്രം പറയും ആ അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാം. വേദയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ളൊരു വഴി, അതിനപ്പുറം ഇതിൽ ഞാൻ മറ്റൊന്നും കാണുന്നില്ല. മാഷു പറയും അതെ വിക്രം, ഇനി അധികം വൈകാതെ അത് നടക്കണം എന്ന് പറയുമ്പോ വിക്രം അതേന്ന് പറഞ്ഞ അവിടുന്ന് പോകട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഫുൾ ഗെറ്റപ്പില് വിക്രം പുതിയൊരു രൂപത്തിൽ മാത്രമല്ല ഡ്രസ്സിങ്ങിന് നന്നായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആള് മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ബോഡി ഗാർഡ് സെറ്റപ്പിലാണ് അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അതിൽ ഗൗരി മോള് ഓടി വന്ന് കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കാൻ വന്നിരിക്കാട്ടോ. അവിടെ ബാഗും ടോയ്സ് ഒക്കെ ഉണ്ട്. ഈ സമയം അവിടുത്തെ സെർവന്റ് വരും. ഇപ്പൊ അടിച്ചു വാരി ഇട്ടതേ ഉള്ളൂ, എന്താ അവിടെ പണി? അപ്പൊ ഗൗരിമോൾ അവരെ അടുത്തേക്ക് വിളിക്കും. എന്താ? ഇപ്പൊ വരുന്നത് ആരാണെന്നറിയോ? ചമ്പൂകനാ. അതൊരു രാക്ഷസനാണ്. ചമ്പൂകനെ ഓടിക്കാൻ കടകൻ കുറേ കാര്യങ്ങൾ ചെയ്യും, അതിനു വേണ്ടിയിട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ബാഗ് എടുത്ത് കട്ടിലിന്റെ മുകളിൽ വെക്കുകയാണേ. അത് തുറന്നു നോക്കുമ്പോ ഒരു പാത്രത്തിൽ നിറയെ ഗോട്ടി. അപ്പൊ ആ സെർവന്റ് വയ്ക്കും എന്ത് ചെയ്യാ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ബബിൾ ഗണ്ണും വാട്ടർ ഗണ്ണും എടുത്തിട്ട് അവരെ ഷൂട്ട് ചെയ്യണേ. വരുന്ന ആളെ ഇന്ന് തന്നെ ഓടിക്കോ? ഉറപ്പായി ഓടിക്കും. അപ്പോഴേക്കും ഗൗരി എന്ന് വേദ വിളിക്കുമ്പോ അമ്മേനോട് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരി മോൾ അവിടെ നിന്ന് പോകും. ഗൗരിക്ക് ഭക്ഷണമായിട്ട് വന്നിരിക്കാ, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും മോൾ അവിടെ തന്നെ ഒന്ന് എന്തോ ആലോചിക്കട്ടോ. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഗൗരി പറയും ഏയ് ഇല്ല അമ്മേ. അപ്പൊ എന്തോ ഉണ്ടല്ലോ, കഴിച്ചിട്ട് പറഞ്ഞാൽ മതി വാ എന്ന് പറഞ്ഞ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിരുന്ന അവര് ഭക്ഷണം കഴിക്കണേ. കഴിക്കുമ്പോൾ മോള് വയ്ക്കും വരാൻ പോകുന്ന ആളെ ഗൗരിമോളെ തല്ലും അമ്മേ. ആ നല്ല കാര്യായി, ഗൗരിക്കുട്ടിയെ തല്ലിയാലേ അമ്മ അയാളെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കില്ല അയാളെ. അപ്പൊ അമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ അയാളെ വറക്കും. വേദ പറയും അയാള് ചിലപ്പോ പാവായിരിക്കും, ഗൗരിക്കുട്ടിക്ക് അത് വെറുതെ തോന്നതാ. ഗൗരി പറയും അങ്ങനെ എല്ലാരെയും വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പൊ വിശ്വസിക്കാൻ പാടുണ്ടെന്നാണോ? പാടില്ല എന്നല്ലേ അമ്മ പറഞ്ഞത്?
വേദ പറയും അതൊക്കെ നോക്കിയിട്ടായിരിക്കും തരുൺ അയാളെ വെച്ചത്. ചിലപ്പോൾ അയാൾ അച്ഛനെയും പറ്റിച്ചതാണെങ്കിലോ? പോലീസിനെയും പറ്റിക്കുന്ന കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ. മതി, ഇത് കഴിക്കി എന്ന് പറഞ്ഞ് ഭക്ഷണം വാരി കൊടുക്കും. അത് കഴിച്ചിട്ട് മോള് വെക്കും, അമ്മ പറഞ്ഞു തന്ന കഥയില്ലേ വേതാളം, വേതാളത്തിനെ പോലെ ശല്യം ചെയ്യാൻ വന്നാലേ ഉറപ്പായും ഞാൻ രാജാവിനെ പോലെ വാളെടുത്ത് വെട്ടും. വേദറിയും അയ്യോ അങ്ങനെയൊന്നും പാടില്ല, അമ്മ പറഞ്ഞു തന്ന കഥയിലെ വേതാളം രാജാവുമായിട്ട് വഴക്കുണ്ടാവും. ഗൗരി പറയും പിന്നെ എന്നും വഴക്കല്ലേ? വേദ പറയും അത് സ്നേഹം കൊണ്ടുള്ള വഴക്കാ. മോള് പറയും അയ്യടാ, അപ്പൊ ഗൗരിക്കുട്ടിയെ ഇന്ന് വരുന്ന ആള് സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹിക്കാൻ അച്ഛനും അമ്മയും മതി. വേദ പറയും ആ മതി, വരുന്ന ആളുമായിട്ട് ഗൗരിക്കുട്ടി വഴക്കിനൊന്നും പോണ്ട, ഓക്കെ. തംസപ്പ് കാണിക്കുമ്പോ ഗൗരി പറയും ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും വഴക്ക് കാണിക്കും. ഇത് കഴിക്കി. ഗൗരി പറയും വരുന്നത് ചെമ്പുകനാ, എനിക്ക് ഉറപ്പാ. വേദ ചിരിക്കും. അങ്ങനെ മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കണേ, സ്വന്തം അച്ഛനാണ് വരുന്നതെന്ന് അമ്മയ്ക്കും മോൾക്കും അറിയില്ലല്ലോ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വരുമ്പോ ആമയുണ്ട് കേട്ടോ ബൈക്കിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ജോലി കിട്ടി പോകുന്നതിനേക്കാളും വളരെ സന്തോഷത്തിലാണല്ലോ വിക്രം, അതെന്താ? അപ്പോഴേക്കും അവരുടെ ബസ് സ്റ്റോപ്പിൽ എത്തിട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാല് ആമയ്ക്കും അതെന്താ? വിക്രം പറയും ഇത് ഭയങ്കര ത്രില്ല, ഐ എം സോ ഹാപ്പി. അത് എന്താന്ന് എനിക്കറിയില്ല, ഇന്നലെ വരെ ആ തോന്നലുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നലെ പുലർക്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ആമയ്ക്കും എന്താ സ്വപ്നം? വിക്രം പറയും ഓർമ്മയില്ല, ചിലപ്പോ അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒരു സ്വപ്നം. അത് കണ്ടപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോ ഞാൻ ആലോചിച്ചത് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോണമെന്നായിരുന്നു. എന്തോ ഒരു ഉത്സാഹം തോന്നി. ആമയ്ക്കും എന്താ കാരണം അറിയില്ല, പക്ഷെ ഒരുപാട് അടുപ്പുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നതെന്നൊരു തോന്നൽ. ഞാനൊരു ഗസ് പറയട്ടെ. വിക്രം ആ കുടുംബത്തിലേക്ക് പോകുന്നു, പോലീസുകാരനെയും കുടുംബത്തെയും കാണുന്നു, അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ നിയമിക്കുന്നു. ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടും. കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിച്ചു നിൽക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചറെ കാണുമ്പോ വിക്രം ഞെട്ടുന്നു. അതാ നിൽക്കുന്നു വേദ ശങ്കരനാരായണൻ. ഇത് കേൾക്കുന്ന വിക്രം അങ്ങ് പൊട്ടിച്ചിരിക്കും. എന്താ ചിരിക്കുന്നേ? വിക്രം പറയും ഈ നാട്ടിൽ വന്നിട്ട് എന്നെ കാണാതെ UKG ടീച്ചറായിട്ട് വേദ ജോലി ചെയ്യുന്നു എന്നുള്ള ഭാവന ഉണ്ടല്ലോ, വളരെ വീക്കായി ഒന്നായി പോയി. ഒന്നാമത് അങ്ങനെ ഒരു ടീച്ചറായി ജോലി ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല, അവൾക്ക് വളരെ നല്ലൊരു പ്രൊഫഷൻ സ്വന്തമായിട്ടുണ്ട്. രണ്ട്, നാട്ടിൽ വന്നിട്ടും അവൾക്ക് എന്നെ തേടി വരാതിരിക്കാൻ കഴിയില്ല. അതിന് എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും. ആമയ്ക്കും അത്ര വലിയ ഉറപ്പാണോ? ആ അതെ, എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ വിക്രം അവിടുന്ന് പോകും. അങ്ങനെ വിക്രം പോകുമ്പോൾ ഒരു കോള് വരികയാണ്. ആൻഡ്രൂ സാറാണേ, നീ അവിടെ എത്തിയോ? ഓൺ ദ വേ ആണ് സാർ. ആ എന്നാലേ നീ അവിടെ ചെന്ന് നിന്റെ പേര് വിക്രമാണെന്നും നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ഒന്നും പറയണ്ട. അതെന്താ സാർ? നിന്റെ പേര് വിക്രമാണെന്നും നീ ജയിൽ പുള്ളിയാണെന്നും പറഞ്ഞാലേ ആർക്കെങ്കിലും കുട്ടിയെ നോക്കാൻ ഇഷ്ടപ്പെടുമോ? അപ്പൊ പേരൊന്ന് മാറ്റി പറഞ്ഞേക്ക്. വിക്രം ചോദിക്കും സാർ എന്താ പറയുന്നേ? അവര് വല്ല രേഖകളോ ചോദിച്ചാലോ, ആധാറോ മറ്റോ? ആൻഡ്രൂ സാർ പറയും ഒന്നും ചോദിക്കില്ല, കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ചോദിച്ചാലല്ലേ നമുക്കത് അപ്പോ ആലോചിക്കാം. വിക്രം പറയും അതിനേക്കാളും നല്ലത് എല്ലാം വിശദീകരിക്കുന്നതല്ലേ സാർ, നമ്മളായിട്ടൊരു കള്ളത്തരം ചെയ്തൊന്നും വരില്ലല്ലോ. എടാ നീ ചെല്ലുന്ന വീട്ടിൽ ഒരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, അയാളുടെ ഭാര്യയും അമ്മയും മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരു ജയിൽ പുള്ളിയാണ് വന്നതെന്ന് തുടക്കത്തിലെ അവരറിഞ്ഞ അവര് സമ്മതിക്കുന്നു തോന്നില്ല വിക്രം. വിക്രം പറയും എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജോലി എന്നല്ലേ സാർ പറഞ്ഞത്. ആൻഡ്രൂ സാർ പറയും അത് പക്ഷെ ചെന്ന് കയറുന്ന ദിവസം തന്നെ വേണമെന്നില്ലല്ലോ, നീ കൊള്ളാവുന്ന ഒരാളാണെന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെന്നോ അവർക്ക് തോന്നട്ടെ. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം സത്യങ്ങളിലേക്ക് കടക്കാം. അതിനുള്ളിൽ എന്തെങ്കിലും രേഖ ചോദിക്കുകയാണെങ്കിൽ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ഓക്കെ. വിക്രം ശരി സാർ എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യും. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അയൺ ചെയ്യുമ്പോൾ ഒരു കോള് വരാട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ആണോ എപ്പോ എന്നിങ്ങനെ പറഞ്ഞ് ഞെട്ടുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം സാർ. ഇവിടുന്ന് പുറപ്പെട്ട ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. ഇതെല്ലാം തരുണ് കേൾക്കുന്നുണ്ട്. എന്താ പറ്റി വേദ, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഫയർ ബ്രോക്ക് ഔട്ട് അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്, എന്നോട് വേഗം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങാം. തരുൺ ശരിയെന്ന് പറയും. അപ്പോ മോള് വന്നിട്ടേക്കും അമ്മ പോവാണോ? വേദ പറയും അതേ മോളെ, ഒരു ഫാക്ടറി മുഴുവനായിട്ട് തീ പിടിച്ചിരിക്കുക, അമ്മയ്ക്ക് പോയേ മതിയാവോ? അപ്പൊ മോളേക്കും ഗൗരി മോൾക്ക് വേണ്ടി അയാളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വേദ തരുണിനെ നോക്കും. തരുൺ മോളോട് പറയും അമ്മ പോയിക്കോട്ടെ, അച്ഛനുണ്ടല്ലോ മോളുടെ കൂടെ, ഇത് മോൾക്ക് ഇഷ്ടാവുന്നില്ല. തരുണിന്റെ കൈ മാറ്റി മോൾ അവിടുന്ന് പോകും. വേദ പുറപ്പെട്ടോളൂ, മിക്കവാറും എനിക്കും വിളി വരും. അല്ല അയാൾ വരുമ്പോ? തരുൺ പറയും തൽക്കാലം താൻ പുറപ്പെടാൻ നോക്ക്, സമയം കളയണ്ട, നമുക്ക് നോക്കാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ബുള്ളറ്റിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വേദയുടെ കാറ് അവിടെ എത്തിയിട്ടുണ്ട്. അതായത് വിക്രം ആ വീട്ടിലേക്ക് പോകുന്ന അവിടെ തന്നെ കേട്ടോ. രണ്ടുപേരും അടുത്തുകൂടെ, അതായത് വാഹനങ്ങൾ അടുത്തുകൂടെ പോവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേദ പുറത്തേക്ക് നോക്കുന്നില്ല, വിക്രം വണ്ടി ഓടിക്കില്ല അകത്തേക്ക് നോക്കുന്നില്ല, അവർ തമ്മിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്തൂടെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് തരുൺ മോളെ വിളിച്ച് നടക്കണേ, മോള് പിണങ്ങിയിരിക്കുകയാണെന്നേ. അവിടുത്തെ ആ സെർവന്റ് പറയൂട്ടോ ആ മോള് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കണേ. സേതുലക്ഷ്മി പറയും അമ്മയ്ക്ക് ഫോൺ വന്നാൽ പോവാതിരിക്കുവോ?
മോൾ ആദ്യമായിട്ടാണോ അമ്മ ഇങ്ങനെ പോകുന്നത് കാണുന്നത്? അപ്പോഴേക്ക് തരുൺ അങ്ങോട്ട് വരും കേട്ടോ. മോള് പറയും ഒന്നും മിണ്ടാതിരിക്കോ. തരുൺ വന്നിട്ട് അമ്മയോട് പറയും എന്തു പറ്റി, ഞാൻ നോക്കിക്കോളാം, അമ്മ പൊക്കോ. തരുൺ പാലുമായിട്ടാ വന്നത് കേട്ടോ. അവിടെ ഇരുന്നിട്ട് പറയും ദാ പാല് കുടിക്കി. മോളുടെ അമ്മയുടെ ജോലി അറിയില്ലേ, ഒരുപാട് പേരോട് കമ്മിറ്റ്മെന്റ് ഉള്ള ജോലിയാ. ആളുകൾക്കൊരു പ്രശ്നം വരുമ്പോ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ഗൗരിക്കും അപ്പൊ എനിക്ക് പ്രശ്നം വരുമ്പോഴോ? അപ്പോ തരുൺ ചോദിക്കും മോൾക്ക് എന്ത് പ്രശ്നം? അഥവാ പ്രശ്നം വന്നാൽ തന്നെ അച്ഛനില്ലേ? ഗൗരി പറയും അച്ഛൻ തന്നെയാ പ്രശ്നം കൊണ്ടുവന്നത്. തരുൺ പറയും ആ അതാ അപ്പ നന്നായത്. അച്ഛൻ എന്ത് പ്രശ്നം കൊണ്ടുവന്നേ? ഗൗരി പറയും എന്നെ നോക്കാൻ ഒരാളെ കൊണ്ടുവന്നില്ലേ? തരുൺ ചോദിക്കും അത് പ്രശ്നമാണോ? മോളുടെ നല്ലതിനല്ലേ? ഗൗരി പറയും എന്നോട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന ആളല്ലേ? തരുൺ ചിരിക്കും ഇതൊക്കെ ആരാ പറഞ്ഞത് വരുന്നാൾ അങ്ങനെയുള്ളതാണെന്ന്? അതൊരു പാവ അങ്കിളാ, അച്ഛനേക്കാളും പാവം. ഒന്നുമല്ല, ചമ്പുകനാ വരുന്നെന്ന് എനിക്കറിയാം. ചമ്പുകനോ? അതാരാ? ഗൗരി പറയും വല്ലപ്പോഴും കാർട്ടൂണും കാണണം, എപ്പോഴും ന്യൂസ് കണ്ടാ പോരാ. ഓക്കെ, ഇനി മുതൽ കാണാം. അപ്പൊ ഗൗരി മിണ്ടാതെ ഇരിക്കൂട്ടോ. അല്ല ഏത് കാർട്ടൂണാ കാണേണ്ടത്? ഏതിലാ ഈ പറഞ്ഞ ആളുള്ളത്? ഗൗരി പറയും അച്ഛൻ കാണണ്ട, അതിനുള്ള ക്ഷമ അച്ഛനില്ല, എനിക്ക് വേണ്ടി ചെമ്പുകൻ അയച്ചത് അച്ഛനല്ലേ. അങ്ങനെ ആ സ്റ്റോറിയൊക്കെ പറയാട്ടോ. മോള് തരുണിന്റെ അടുത്ത് ചെമ്പുകൻ എന്തെയാണെന്നേ എനിക്കറിയാം. മോള് പോവല്ലേ, പാല് കുടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മോള് പറയും ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറുണ്ടോ, അതിലൊരു പൊടി കലക്കും, അതെന്താണെന്ന് ഇത്ര കാലമായിട്ട് അറിയില്ല, കഷ്ടം തന്നെ എന്നും പറഞ്ഞ് കുട്ടി കിടന്നു പോകുമ്പോ ഹോ കഷ്ടം എന്ന് പറയാണ് കേട്ടോ തരുൺ. ശേഷം പിന്നീട് കാണിക്കുന്നത് മോള് പുറത്തേക്ക് പോകുമ്പോ ഉണ്ടാവും വിക്രം ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത്. വിക്രം നല്ല സ്റ്റൈലാ വരുന്നത്, എന്നാൽ മോളുടെ കാഴ്ചപ്പാടിലെ ചമ്പൂകന്റെ വേഷത്തിലാട്ടോ വരണത്. അങ്ങനെയാ കുട്ടിക്ക് തോന്നുന്നത്. വിക്രമിനെ കാണുന്നതും ശീല വാ തുറന്ന് അന്തം വിട്ട് ഇങ്ങനെ സൗന്ദര്യത്തിൽ ആസ്വദിച്ച് നിൽക്കാട്ടോ. ഇത് മറ്റേ ആൾക്ക് പിടിക്കുന്നില്ല. എന്താ നോക്കിക്കുന്നത് അത്തുപോ. അങ്ങനെ വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോ വാളൊക്കെ വീശി ചെമ്പുകൻ വരുന്ന പോലെ കുട്ടിക്ക് തോന്നാട്ടോ. വിക്രം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന പോലെയൊക്കെ. അയ്യോ ചെമ്പൂകൻ എന്ന് പറഞ്ഞ് മോള് അകത്തേക്ക് ഓടിപ്പോകും. അപ്പോഴാണ് തരുൺ അങ്ങോട്ട് വരുന്നത്. ഹായ്, ഹലോ സർ എന്ന് പറഞ്ഞാൽ അവര് കൈ കൊടുക്കും. ഞാൻ ആൻഡ്രൂ സാറ് പറഞ്ഞിട്ടേ. തരുൺ പറയും മനസ്സിലായി. വിക്രം ചോദിക്കും മോളാണോ അകത്തേക്ക് പോയത്? തരുൺ പറയും അവള് കാണുന്ന കാർട്ടൂണിലെ പ്രധാന വില്ലനാണ് അവളെ നോക്കാൻ വരുന്നതെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ആ വില്ലന്റെ പേര് വിളിച്ച് അകത്തേക്ക് ഓടിയത്. പേടിയുള്ള ആളാണോ? തരുൺ പറയും ഏയ് അങ്ങനെ പേടിയുള്ള ആളല്ല. അപ്പോഴേക്കും ചമ്പുക ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞ് വാട്ടർ ഗണ്ണുമായിട്ട് വന്നേ വിക്രമിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കണേ. വിക്രം പെട്ടെന്ന് ഞെട്ടിപ്പോകൂട്ടോ. ആ മോളുടെ കാഴ്ചപ്പാടില്ലേ ആ വാളെടുത്ത് നിൽക്കുന്ന ചെമ്പൂകൻ ഇങ്ങനെ പെടഞ്ഞു വീഴുന്നതാട്ടോ തോന്നുന്നത്. വിക്രം അതുപോലെ ആക്ട് ചെയ്യാട്ടോ. അപ്പോഴേക്ക് തരുൺ മോളെ എന്താ കാണിക്കുന്നേ? അങ്കിളിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? എന്താ കാണിച്ചേ? ഒന്നും പറയണ്ട. അപ്പോഴേക്കും മോള് അത്തേക്ക് ഓടി പോവും. വിക്രം ചിരിക്കും. സോറി ട്ടോ, മോള് അങ്ങനെ പെരുമാറുന്നു കരുതിയില്ല. വിക്രം പറയും ഞാൻ അതേ സ്പിരിറ്റിൽ എടുത്തോണ്ടാ വീഴുന്ന പോലെ കാണിച്ചത്. അവളെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. വിക്രം പറയും കുഞ്ഞുങ്ങളല്ലേ, അതൊക്കെ രസാണ്. ബൈ ദ ബൈ ഞാൻ തരുൺ. ഒരാൾ വരുന്നു എന്നല്ലാതെ അയാളുടെ പേരൊന്നും ആൻഡ്രൂ സാറ് പറഞ്ഞില്ല. ഞാൻ വിശ്വം. ഓക്കെ വിശ്വം, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. കാര്യങ്ങളെല്ലാം ആൻഡ്രൂ സാറ് പറഞ്ഞിട്ടുണ്ടാവില്ലേ? മോള് കുറച്ച് കഴിയുമ്പോഴേക്കും പോകാനാകും. വിക്രം പറയും ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം. വേണ്ട, അവളുടെ സ്കൂൾ ബസ് വരും, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവളൊന്ന് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും അസാധാരണമായി കണ്ടാലോ, സംശയം തോന്നുന്ന എന്തെങ്കിലും കണ്ടാലോ എന്നെ അറിയിക്കണം. പിന്നെ അവളുടെ മുന്നിൽ വെച്ച് ആരുമായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കരുത്, എസ്പെഷ്യലി ഒരു ഫൈറ്റിന് അവസരം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് വന്നാൽ പോലും ഒഴിഞ്ഞു മാറണം, മനസ്സിലായല്ലോ? എല്ലാം ആൻഡ്രൂ സാർ പറഞ്ഞിട്ടുണ്ട് സാർ. എനിക്ക് വെയിറ്റ് ചെയ്യേ. വേണ്ട, ഞാനിവിടെ പുറത്തു നിന്നുള്ള സാർ. തരുൺ പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തരുൺ റെഡിയാവാൻ പോകും. വിക്രം ഇങ്ങനെ ബുള്ളറ്റിന്റെ അവിടെ നിൽക്കുമ്പോ ഷീല അങ്ങനെ വന്ന് നോക്കി നിൽക്കൂ. ഇത് മറ്റാക്ക് പിടിക്കുന്നില്ല കേട്ടോ. ആ ഗാർഡൻ മേക്കേർക്ക് അങ്ങനെ വേഗം ഷീലയെ അവിടെ നിന്ന് പറഞ്ഞേക്കും. ഷീല അടുക്കളയ്ക്ക് ചെല്ലുമ്പോ അമ്മ പറയും ഗൗരിമോളെ നോക്കാനുള്ള ആള് വന്നിട്ടുണ്ട്, ചായ വെച്ചോളൂ കേട്ടോ. ആന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും. അല്ല ഗൗരിമോൾക്കുള്ള ഭക്ഷണം റെഡിയായോ? പാലെടുക്ക്. അങ്ങനെ സേതുവമ്മ നോക്കുമ്പോ അതിലിടുന്ന ഹോർലിക്സില് പൗഡർ കഴിയാനായിട്ടോ. ഇതാരാ കഴിക്കുന്നത്? ഇത് ഇത്രയായോ? അത് ഗൗരിമോള് തന്നെയാ, കാണാണ്ട് എടുത്ത് കഴിക്കുന്നതെന്ന് കള്ളം പറയും. ഇത് ഗൗരി കേൾക്കൂട്ടോ. അങ്ങനെ സേതുലക്ഷ്മി അവിടെ പോകുമ്പോ സേതുലക്ഷ്മിയുടെ ഫോൺ എടുത്തിട്ട് ഗൗരിമോള് വരും. ഇതെന്തിനാ എന്ന് സേതുവമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മീനെ അവിടെ നിർത്തിയിട്ട് കിച്ചണിലേക്ക് വന്ന് അവിടത്തെ വീഡിയോ എടുക്കാട്ടോ. വേറെ ഒന്നുമല്ല, ഷീലയാണ് ആ ഹോർലിക്സിന്റെ പൗഡർ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന കേട്ടോ. അതാണ് ഈ വീഡിയോ എടുക്കണേ. അങ്ങനെ അവര് ആ വിക്രമിനുള്ള ടീയും മോക്കുള്ള ഹോർലിക്സും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് മോളുടെ അവിടെ വെച്ചിട്ട് കുടിക്കാൻ പറയും. അങ്ങനെ ഫോണും എടുത്ത് വിക്രമിനുള്ള ചായ കൊണ്ടുപോവാണ്. മോളപ്പോ ഫോണിനകത്തെല്ലാം ഷീലയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാണ്. ഇത് ഷീല ഇപ്പോ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മോള് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോ വീണ്ടും വിക്രം ഇങ്ങനെ ചെമ്പുക്കന്റെ ഡ്രസ്സിൽ വരുന്നതായിട്ടാണ് മോൾക്ക് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് മോളിങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പോഴേക്കും ഷീല ചായ കൊണ്ടുവന്ന് വിക്രമിന് കൊടുക്കാട്ടോ. എന്നിട്ട് വിക്രമിനോട് നല്ല അടുപ്പത്തോടെ സംസാരിക്കും. അമ്മ മലയാളിയാണ്, കണ്ണൂര്, അച്ഛൻ ബംഗാളി. പിന്നെ അവരോടൊപ്പം, അതായത് തരുണിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കഥകളൊക്കെ പറയാട്ടോ.
പെട്ടെന്നൊരു മെസ്സേജ് വരും. മോളുടെ മെസ്സേജാണേ. മോൾക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്, ഗൗരി ബേർഡ്സ്. തരുൺ സാർ ഉണ്ടാക്കി കൊടുത്തതാ. 1K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനെന്നാ കാണട്ടെ എന്ന് പറഞ്ഞേ വിക്രം ഫോൺ വാങ്ങിച്ചു നോക്കാട്ടോ. അപ്പോ അതില് മോളുടെ ഒരു വീഡിയോ ആണേ. കുട്ടികൾക്കുള്ള സാധനം കട്ട് തിന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഷീലയ്ക്കും അറിയില്ലല്ലോ ഈ പറയണത്. അങ്ങനെ വിക്രമാണി അതൊക്കെ കാണുന്നുണ്ട് വീഡിയോയില്. മോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഷീല ആ പൗഡർ എടുത്ത് കഴിക്കുന്നതാട്ടോ. ഷീല ആകെ ചമ്മും. വിക്രം അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ആള് കൊള്ളാലോ. ഷീല ആകെ ചമ്മും. അത് ഞാൻ വെറുതെ അവളിങ്ങനെ ഒരു തമാശക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന. ദൈവമേ, അവളിത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഷീല ഫോണും വാങ്ങിച്ചവിടുന്ന് പോവും. വിക്രം ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുക. അങ്ങനെ ഷീല അകത്ത് വരുമ്പോ മോളുണ്ടാവും. മോളുടെ കാല് പിടിക്കാം, മോളത് പോസ്റ്റ് ചെയ്തോ. അപ്പോൾ ഗൗരി പറയും ഇല്ല, അച്ഛനോട് പോസ്റ്റ് ചെയ്യാൻ പറയണം. അയ്യോ വേണ്ട, അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞ് കൊല്ലും. മോക്ക് വേണ്ടി ഞാൻ എന്താണെങ്കിലും ചെയ്യാം. ശരി, ഇനി മുതൽ പാലും പൊടിയിൽ കനക്കി എനിക്ക് തരരുത്. അയ്യോ, പിന്നെ വാങ്ങിക്കുന്ന പാൽ എന്ത് ചെയ്യും? അത് ശീലാൻ്റെ കുടിച്ചോ. അയ്യോ മോളെ, അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കും. വേണ്ട, ഞാൻ ചെയ്തോളാം. എന്നാ ആൻറ്റി പോയിക്കോ. അങ്ങനെ ശീല അവിടുന്ന് പോകും. ഗൗരിമോള് തുള്ളിച്ചാടി അവിടുന്ന് പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് തരുൺ ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോളെ വിളിക്കുമ്പോൾ മോള് റെഡിയായി. ആ ചെമ്പുകനെ ഒന്ന് വിളിക്കോ. തരുൺ ചോദിക്കും എന്തിനാ? എന്റെ ബാഗ് എടുക്കാനാ. തരുൺ പറയും അത് ഞാൻ എടുത്താ പോരെ. വേണ്ട, ചമ്പുകൻ എടുത്താ മതി. തരുൺ ചോദിക്കും അത് വേണോ? ഗൗരിമോള് പറയും വേണം. അതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തരുൺ ചോദിക്കും എന്താന്ന് പറ. അപ്പൊ മോള് പറയും എനിക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. തരുൺ ചോദിക്കും ഇന്റർവ്യൂ? അതെന്തിനാ? ആ, എന്റെ ബോഡി ഗാർഡായി വരുന്ന ആളല്ലേ, അപ്പൊ അത് വേണം. അച്ഛൻ ചെന്ന് അയാളോട് വരാൻ പറ. അപ്പോഴേക്ക് ഞാൻ ചോദ്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കട്ടെ. ഓക്കെ എന്ന് പറഞ്ഞ് മോൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഗൗരി മോളെ അകത്ത് കയറി ഡോറ് അടയ്ക്കും കേട്ടോ. ലോക്ക് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്തിട്ട് 2 ബോട്ടിൽ ഗോട്ടി നിറച്ച് വെച്ചൊരു ബോക്സ് ഉണ്ട്. അതിന്ന് ഓരോ ബോക്സും തുറന്ന് ഗോട്ടി മൊത്തം ആ വാതിലിൻ്റെ കയറി വരുന്ന ഭാഗത്ത് ഇടുക കേട്ടോ. എന്നിട്ട് ഗൗരി മോള് കട്ടിൽ കയറിയിരിക്കേ. കുറച്ച് കഴിഞ്ഞാൽ വിക്രം വരുമ്പോൾ വിക്രം അത് ചവിട്ടിയിട്ട് തല കുത്തനെ വീഴും. ഇത് കണ്ട് ഗൗരിമോൾ പൊട്ടിച്ചിരിക്കും കേട്ടോ. പക്ഷെ ഇതൊരു സ്വപ്നം കേട്ടോ. ഇതുപോലെ സംഭവിക്കാനാണ് ഗൗരിമോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ അവിടെ പുറത്ത് നിൽക്കണേ. എടാ വിശ്വം. അപ്പൊ വിക്രം അടുത്തേക്ക് ഓടിച്ചെല്ലും. തരുൺ പറയും താൻ അകത്തേക്ക് ചെല്ലേ, മോൾക്ക് എന്തോ സംസാരിക്കാനുണ്ട്. ഞാൻ ഇറങ്ങണേ. പിന്നെ അവള് ചിലപ്പോ ദേഷ്യവും മണക്കൊക്കെ കാണിക്കും. ഉടക്കല്ലേ. ഒരു കുഴപ്പമില്ല, സാറ് ധൈര്യമായിട്ട് പോയിട്ട് വരൂ. മോളെ നന്നായിട്ട് നോക്കണേ. ഞാൻ നോക്കിക്കോളും സാർ. അങ്ങനെ അവരെ കൈ കൊടുത്തിട്ട് വിക്രം അകത്തേക്കും തരുൺ പുറത്തേക്കും പോവാ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോ റൂം ഏതാന്ന് അറിയില്ല. അപ്പൊ ഷീല വരും. എന്താ? അല്ല, മോള് വിളിച്ചിട്ടാ. മോളുടെ റൂം ഏതാ? ഷീല കാണിച്ചു കൊടുക്കും. ഞാൻ വരണോ? വിക്രം പറയും വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞ് ഷീല അവിടുന്ന് പോവും. വിക്രം മോളുടെ റൂമിലേക്ക് പോവാ. അങ്ങനെ വിക്രം ഡോറിൽ മുട്ടുമ്പോ മോളേക്കും ആരാ? വിക്രം പറയും മാലാക. എന്തിനു വന്നു? വിക്രം പറയും എഴുത്തും കൊണ്ട്. എന്തെഴുത്ത്? വിക്രം പറയും തലയിലെഴുത്ത്. മോളേക്കും എന്ത് തല? വിക്രം പറയും മൊട്ടത്തല. എന്ത് മൊട്ട? വിക്രം പറയും കോഴിമുട്ട. എന്ത് കോഴി? പൂവൻ കോഴി. എന്ത് പൂവൻ? വിക്രം പറയും കാട്ടുപൂവൻ. ഏത് കാട്? പട്ടിക്കാട്. എന്ത് പട്ടി? പേപ്പട്ടി. മേ ഐ കം ഇൻ? മോള് കട്ടിൽ കയറിയിരിക്കും. യെസ്, ഓപ്പൺ ദി ഡോർ. എന്നിട്ട് പറയും കം സ്ട്രേറ്റ്. അപ്പൊ തന്നെ വിക്രം താഴെ കിടക്കുന്ന ഗോട്ടി കാണും കേട്ടോ. നേരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് വാ. വിക്രം പേടിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പ് നടക്കും. ശരിക്കും വീഴാൻ പോവും. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ വീടനെ എന്ന് പറഞ്ഞ് ചുമരിലെ പിടിച്ചു നിൽക്കുമ്പോ മോള് ചിരിക്കും. നിങ്ങളാണല്ലേ മിസ്റ്റർ ബിജി? വിക്രം ചോദിക്കും ബിജിയോ? ആ, ബോഡി ഗാർഡ് എന്ന് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്. വിക്രം പറയും ആര് പറഞ്ഞു? ഒരിക്കലില്ല. മോള് കട്ടിൽ നിന്ന് എണീറ്റിട്ട് വയ്ക്കും ഈ ഗോട്ടികളൊന്ന് കുപ്പിയിലാക്കി വെക്കാൻ സഹായിക്കുവോ? വിക്രം പറയും പിന്നെന്താ, കുപ്പിങ് എടുക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അത് ഓരോന്നായി പെറുക്കി 2 ബോട്ടിലും ഇടുക. വിക്രം പറയും എന്നാലും ആരാണാവോ ഈ ഗോട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത്? മോള് ചിരിക്കും. അപ്പൊ വിക്രം പറയും കുഴപ്പമില്ല, ആരായാലും കണ്ടുപിടിക്കാം. ചിലപ്പോ സെർവന്റ് ആയിരിക്കുവോ? മോള് പറയും അത് ഞാൻ കണ്ടുപിടിച്ചോളാം. തൽക്കാലം ആ കോട്ടികളൊക്കെ ബോക്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ രണ്ടാളും കൂടെ അത് പെറുക്കിടാ. അപ്പോഴേക്കും സ്കൂൾ ബസ് വരാട്ടോ. സേതുമ്മ വന്നിട്ട് പറയും മോളെ ബസ് വന്നു സ്കൂളിൽ പോവാൻ. വിക്രം കട്ടിലിന്റെ അടിയിലാ. ദേ വണ്ടി വന്നൂന്ന്. ഞാൻ കേട്ടു. ബാഗ് എടുത്തോളൂ. അതെ, ഞാനേ മുന്നില് നടക്കാം, ബോഡി ഗാർഡ് ബാക്കിൽ നടന്നോളൂ. വിക്രം ഞെട്ടും. എന്നാലേ തട്ടിക്കൊണ്ട് പോകുന്നത് അറിയാൻ പറ്റൂ. ആ ശരിയാണല്ലോ, മിടുക്കിയാണ്, നടന്നോ. അങ്ങനെ ഇവര് പുറത്തിറങ്ങുമ്പോ സേതുമ്മയ്ക്കും ഇയാളും അകത്തുണ്ടായിരുന്നോ? അച്ഛമ്മ ഞാൻ പോയിട്ട് വരാട്ടോ. ശരി മോളെ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞേക്കാം. അങ്ങനെ മോള് ബസ്സിൽ കയറുന്ന സമയത്ത് ബാഗൊക്കെ കൊടുത്തതിന് ശേഷം വിക്രം ബുള്ളറ്റില് പിറകെ പോവാട്ടോ. സേതുമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ സ്കൂളിലെത്തിക്കഴിഞ്ഞ് മോള് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിക്രം ഉണ്ടാവും ബുള്ളറ്റിൽ അവിടെ വന്ന് നിൽക്കണേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വിക്രം അവിടെ മരച്ചോട്ടിൽ പോയി ഇരിക്കട്ടോ. ഹലോ വിശ്വം, സ്കൂളിലെത്തിയോ? വിക്രം പറയും മോളെ അകത്തേക്ക് പോയി, ഞാൻ ഇവിടെ പുറത്തുണ്ട്.
തരുൺ പറയും, ഇന്നു മുതൽ മോളുടെ സുരക്ഷയ്ക്കായിട്ട് ഒരാൾ കാവലിരിക്കുന്നത് ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞിരുന്നു. താൻ കുറച്ച് കഴിഞ്ഞാൽ അവരെ പോയെന്ന് കാണണം. എപ്പോഴും അവളുടെ കൺവെട്ടത്ത് തന്നെ വേണം. വിക്രം പറയും, ഓക്കെ സാർ, സാർ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യും. ശേഷം ഗൗരി മോളുടെ ക്ലാസ് ടീച്ചർ റൈംസ് പഠിപ്പിച്ചു കൊടുക്കുകയാണെ. മോൾ അപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കും. വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ടീച്ചർ ചോദിക്കും, എന്താ ഗൗരി? ഒന്നുമില്ല മിസ്. അങ്ങനെ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കും. പെട്ടെന്ന് മോള് വീണ്ടും തെരഞ്ഞു നോക്കുമ്പോ വിക്രമിനെ കാണുന്നില്ല. അപ്പൊ വിക്രം എവിടെയെന്നാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വിക്രം ഓഫീസ് റൂമിലേക്ക് പ്രിൻസിപ്പളിനെ കാണാൻ പോയിരിക്കുക. ടീച്ചർക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. തരുൺ സാറെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ സമ്മതിച്ചത്. ഇവിടെ പഠിക്കുമ്പോൾ ഇവിടെ സുരക്ഷയില്ല എന്നുള്ളൊരു ധ്വനി കൂടി ഇങ്ങനെ ഒരാൾ ഇവിടെ കാവല് നിൽക്കുന്നത് കൊണ്ടുണ്ട്. പിന്നെ അവർക്ക് നേരെ നടന്ന അറ്റാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അത് ഇവിടെയും പ്രതീക്ഷിക്കാം. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ഫിസിക്കൽ അറ്റാക്കിനൊന്നും നിൽക്കരുത്. അപ്പോൾ വിക്രം പറയും, ഇല്ല, ഇതിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് സാറിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വരുന്ന വഴിയോ വീട്ടിലേക്ക് പോകുന്ന വഴിയോ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു DYSP സാറിൻ്റെ മകളല്ലേ, അത് തന്നെ കാരണം. പിന്നെ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ആരായാലും ഒന്ന് ആഞ്ഞു പോവില്ലേ, അതാണ്. പ്രിൻസിപ്പൾ പറയും, എനിവേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ശേഷം ഗൗരിയുടെ ക്ലാസ് ടീച്ചറെയും അങ്ങോട്ട് വിളിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണേ. എന്നാ ശരി, വിഷം പൊക്കോ. അങ്ങനെ വിക്രം അവിടുന്ന് പോവും. പോയി കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും കൂടെ സംസാരിക്കാട്ടോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിർത്തുവോ? അപ്പൊ ടീച്ചർ പറയും, ഇതിപ്പോ പോലീസുകാരന് തന്നെ ആയിക്കൂടായില്ല, വേറെ എന്തെങ്കിലും കേസിന്റെ അന്വേഷണം ആയിരിക്കാം ബോഡി ഗാർഡ് എന്ന നിലയിൽ ഇയാൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കൂളിനെ ചുറ്റിപ്പറ്റി എന്തന്വേഷിക്കാൻ? പ്രിൻസിപ്പൾ പറയും, ആവോ അറിയില്ല, എന്തായാലും ടീച്ചർ അയാളെ ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്തിനു ശ്രദ്ധിക്കണം? പ്രിൻസിപ്പൾ പറയും, അയാളുടെ നീക്കം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഗൗരിയുടെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് ടീച്ചറുടെ സർവേ ലൈനിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ടീച്ചർ പോരുമ്പോ വിക്രമിനെ ഇങ്ങനെ നോക്കും. എന്തൊരു സംശയത്തിന്റെ രീതിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടാ പോകുന്നത് കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ തരുണിനെ വിളിക്കാട്ടോ. തരുൺ ചോദിക്കും, ഓഫീസിലെത്തിയോ? ഓ എത്തി. അയാൾ വന്നോ? എന്താ അയാളുടെ പേര്? തരുൺ പറയും, വിഷം. കണ്ടിട്ടൊരു പാവാണേ. വന്ന ഉടനെ അയാളുടെ പേര് മാറ്റി. അത് കേൾക്കുമ്പോൾ വേദ വയ്ക്കും, പേര് മാറ്റിയേ? എന്തിനേ? മോള് കാണുന്ന കാർട്ടൂണിലെ ദുഷ്ടനായ കഥാപാത്രം ചമ്പുകൻ. വേദ പറയും, എനിക്ക് തോന്നുന്നില്ല അവര് ചേരുന്നേ. മോളെ ഇവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. തരുൺ പറയും, താൻ പേടിക്കണ്ട, അവൾ ഓക്കെ ആയിക്കോളും. പിന്നെ അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് മാറുമല്ലോ, അതുവരെയുള്ള താൽക്കാലിക ഏർപ്പാടല്ലേ, സാരമില്ല. വേദ പറയും, ശരി, ഞാൻ ഇടയ്ക്ക് അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ ഓഫീസിലേക്ക് കയറും. ആ കോള് കട്ട് ചെയ്യും. അങ്ങനെ വേദ അവിടെ ഇരിക്കുമ്പോ സ്റ്റാഫ് വന്നിട്ട് പറയും, ഒരു വിസിറ്റർ ഉണ്ടെന്ന്. വേദയ്ക്കും, അപ്പോയിന്റ്മെന്റ് എടുത്തതാണോ? എല്ലാ മാഡത്തിനെ വിളിച്ചിരുന്നു എന്നാ പറഞ്ഞത്. മുൻ MLA അവങ്കളാ വരസല്ലേ. അങ്ങനെ അങ്ങോട്ട് വരിക കേട്ടോ. ഒരു പുതിയ കഥാപാത്രം, ചൊക്കലയാ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയണത്. മുൻ MLA എന്ന് പറഞ്ഞിരുന്ന് സംസാരിക്കുകയാണ് വേദയുമായിട്ട്. വേദയ്ക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ വേദയ്ക്കും, ചൊക്കലിംഗം, എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നതാണോ? സ്ട്രെയിറ്റ് ആയ വിഷയത്തിലേക്ക് വരുമോ? എന്തിനാ എന്റെ സമയം പാഴാക്കുന്നത്? മാഡം, ഈ കലസൻ ദേവരാജനുടെ സ്വന്തം ആള്. ദേവരാജൻ ഇവിടെ ബിസിനസ് ആരംഭിച്ചിട്ട് ரொம்ப നാളായിച്ച്. ഇപ്പൊ മാഡം വന്ന് കുറുക്ക നിൽക്കുന്നത്. മുമ്പ് പലരും വന്ന് ഇടഞ്ഞു നിന്നാലും വിഷാറിനതും അവർ കോംപ്രമൈസ് ആയിടും. മാഡം ചുമ്മാ കണ്ണു മൂടുങ്കോ. ഒന്നും വെറുതെ വേണ്ട, നമുക്ക് ശരിക്കൊന്ന് കാണാം. ഇത് കേൾക്കുമ്പോ വേദം എണീക്കടോ. എണീക്കടോ. ഇത് കേൾക്കുമ്പോ അവര് ചാടി എണീക്കും. വേദം വിരൽ ചൂണ്ടിയിട്ട് പറയും, ഇനി ഈ വിഷയം പറഞ്ഞ് ഇതിനകത്ത് വന്നാ താൻ പിന്നെ അകത്ത് കിടക്കും, അറിയോ? സിറ്റിംഗ് MLA പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല, പിന്നെയാ പഴയ MLA, പോടോ, ഇറങ്ങിപ്പോടോ. അങ്ങനെ വേദ അവരെ ഇറക്കി വിടാട്ടോ. അങ്ങനെ അവരും വേദയുടെ വാക്ക് കേട്ടൊന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ അവരെ തന്നെ ദേഷ്യത്തിൽ നോക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവിടെ അരവിന്ദൻ ചേട്ടൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി മാഷെ കൂടെ അങ്ങോട്ട് ചായ കുടിക്കാൻ വിളിക്കും. അങ്ങനെ ഇവർ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ മാഷെ ഭാര്യയെക്കുറിച്ചൊക്കെ ചോദിക്കാട്ടോ. അപ്പം അരവിന്ദേട്ടൻ പറയും, മാഷിൻ്റെ അവസ്ഥ തന്നെ, പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. ആമിക്ക് 2 വയസ്സായപ്പോഴേക്കും അവൾ ഞങ്ങളെ വിട്ടുപോയി. എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാം വിശദീകരിച്ച് പറയട്ടോ. ആൾക്ക് ക്യാൻസർ വന്നിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4th സ്റ്റേജ് എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയാണ് അവരുടെ ആമിയുടെ അമ്മ മരിച്ചത് കേട്ടോ. ആ സങ്കടം ഇങ്ങനെ മാഷോട് പറയുമ്പോൾ മാഷു പറയും, ആണുങ്ങൾ ജീവിച്ചിരിക്കെ അവരുടെ ഭാര്യമാർ മരിച്ചു പോകുന്നതിലും വലിയ ദുരന്തം ഒന്നുമില്ല അരവിന്ദ. അവരുള്ളപ്പോൾ നമ്മൾ വീരശൂര പരാക്രമികളായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും കുറ്റവും വഴക്കുമായിരിക്കും. പക്ഷെ അവരില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ എത്രത്തോളം നിസ്സഹായരാണെന്ന് നമുക്ക് മനസ്സിലാകുക. പരിചിതമായ ലോകം പെട്ടെന്ന് അവർക്ക് അപരിചിതമായി പോകും. അപ്പോൾ അരവിന്ദേട്ടൻ പറയും, ശരിയാ മാഷെ, ഗീതയുടെ അവസ്ഥ എനിക്കും. ഞാൻ വേഗം മരിച്ചു പോയതായിരുന്നെങ്കിൽ ആമിയെ കുറച്ചുകൂടെ നന്നായി നോക്കാൻ അവൾക്ക് കഴിയായിരുന്നു. ഇതിപ്പോൾ ആമി പതിയെ ഉൾവലിഞ്ഞു പോയി. അന്നാദ്യം ഞാൻ ഒഴിവാക്കിയത് ആ ജോലിയായിരുന്നു. അപ്പോൾ മാഷ് പറയും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളുടെ വിവാഹം, അവളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ കിട്ടണം, നല്ലൊരു പയ്യൻ വരണം. മാഷു പറയും, അതൊക്കെ സമയത്ത് നടന്നോളും, സമാധാനമായിട്ടിരുന്നോളൂ. അങ്ങനെ അവർ ചായ കുടിക്കാട്ടോ. അപ്പോൾ അരവിന്ദനേട്ടൻ പറയും, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്.
അത് ശരിയല്ലെങ്കിൽ അപ്പൊ തന്നെ വിട്ടേക്കണം. ഈ സമയം ഇവരറിയാതെ ആമി അങ്ങോട്ട് വരുന്നത് ഇവർ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അരവിന്ദേട്ടൻ പറയും, മാഷിന്റെ മകൻ വിക്രമിന് വേണ്ടി ആമിയൊന്ന് ആലോചിച്ചാലോ. ഇത് കേൾക്കുമ്പോ മാഷ് ആകെ ഷോക്കാവും. ആമിയും ഞെട്ടുന്നുണ്ട്. അല്ല, പെട്ടെന്നൊരു തീരുമാനം വേണ്ട, എന്റെ മനസ്സ് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാഷൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ ആമി അറിയാത്ത പോലെ അങ്ങോട്ട് വരും. എന്താ, രണ്ടുപേരും എന്തോ സീരിയസ് ചർച്ചയിലാണെന്ന് തോന്നുന്നു. എന്താ വിഷയം? മാഷു പറയും, ഞങ്ങള് വെറുതെ ഇങ്ങനെ. നീ ഇന്ന് നേരത്തെയാണല്ലോ. ആമയ്ക്കും ചായ വേണോ നിങ്ങക്ക്? ഞങ്ങൾ ഉണ്ടാക്കി. ആമി പറയും, ഗുഡ് ബോയ്സ്, എന്നാ ഞാനൊരു ചായ ഉണ്ടാക്കട്ടെ. ആമി പോകുമ്പോ അച്ഛൻ പറയും, എന്നാ പിന്നെ ഓരോ ചായ ഞങ്ങൾക്കും എടുത്തോ. ആമി പോയി കഴിഞ്ഞാ അരവിന്ദേട്ടൻ ചോദിക്കും, അവള് കേട്ടിട്ടുണ്ടാവില്ലല്ലോ മാഷേ. മാഷു പറയും, ഉണ്ടാവില്ല. അരവിന്ദേട്ടൻ പറയും, അച്ഛനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ അവൾ എന്നെ ഇട്ട് പൊരിക്കുവേ. ഇതെല്ലാം ആമി കേൾക്കുന്നുണ്ട്. ആമി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പൊ അങ്ങോട്ട് ഷീല വരും. ചായ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഷീല അകത്തേക്ക് പോവാട്ടോ. അപ്പോ തരുണ് വിളിക്കാട്ടോ, മോളുടെ സ്കൂള് കിട്ടോ? അറിയില്ല. ഇത് കേൾക്കുമ്പോ തരുണാകെ ദേഷ്യം വരും. അപ്പൊ താനെവിടെയാ? വീട്ടില്. താനെന്താ അവിടെ വന്ന് നിൽക്കുന്നത്? തനിക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? വിക്രം പറയും, അതല്ല മോള് പിന്നെ അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞു. സ്കൂളിലായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചു. തരുൺ ചോദിക്കും, അതെങ്ങനെ താൻ തീരുമാനിച്ചു? സി വിശ്വം, അവളോടൊപ്പം താൻ വേണം. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞങ്ങളില്ലാത്തപ്പം മുഴുവനും. ഓ സാർ. തരുൺ പറയും, സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം. മനസ്സിലായി, ഞാൻ ഇപ്പൊ തന്നെ സ്കൂളിലേക്ക് പോകട്ടെ. അപ്പോൾ തരുൺ പറയും, വേഗം ആയിക്കോട്ടെ. അങ്ങനെ തരുൺ ഫോൺ കട്ട് ചെയ്ത് വിക്രം പോകാൻ തുടങ്ങുമ്പോഴേക്കും സ്കൂൾ ബസ് അങ്ങോട്ട് വരും. സേതുമ്മ മോളെ കൂട്ടി അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ ഇറങ്ങി വരുമ്പോഴും ഗൗരിമോൾ ഒരിക്കും, ഇയാൾ പോയില്ലേ? അമ്മയ്ക്കും സ്കൂൾ വിടുന്നതിന് മുമ്പേ എന്താ അങ്ങോട്ട് പോകാണ്ടിരുന്നേ? വിക്രം പറയും, ടൈം എനിക്കറിയില്ലായിരുന്നോ. സേതുലമ്മ പറയും, ഇനി തരുണങ്ങാണ് ഇതറിഞ്ഞ. ഇപ്പൊ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു. സേതുലക്ഷ്മിക്കും, എന്നിട്ടോ? വിക്രം പറയും, നാളെ തൊട്ട് എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്ന ഗൗരി, ഷോ, നാളെ തൊട്ട് ഇയാൾ ഫുൾ ടൈം ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ വിക്രമും അമ്മയും ചിരിക്കും. സേതുമ്മ മോളെ പിന്നാലെ പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷീല വിക്രമിന് ചായ ഉണ്ടാക്കി കൊണ്ടുപോകട്ടോ. ഇത് കാണുമ്പോ മറ്റേ ആൾക്ക് പിടിക്കുന്നില്ല. ഇതെങ്ങോട്ടാ? ചായ കൊടുക്കാനാ? നേരത്തെ അല്ലേ ചായ കൊടുത്തത്? അത് കട്ടനായിരുന്നോ? ഇപ്പൊ പാല് വാങ്ങിച്ചു വന്നപ്പോ ഒരു കടുപ്പത്തിൽ ഒരെണ്ണം കൊടുക്കാന്ന് കരുതി എന്ന് പറഞ്ഞ് വിക്രമിന് ചായ കൊണ്ടുവന്ന് കൊടുക്കാട്ടോ. വിക്രം പറയും, നേരത്തെ അല്ലേ ഒരെണ്ണം കുടിച്ചത്? അത് പാലുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ വിക്രം അത് വാങ്ങിച്ച് കുടിക്കാട്ടോ. മുഴുവൻ പേരെന്താ? വിക്രം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ പറയും, വിശ്വനാഥൻ. ആ, എൻ്റെ പേര് ശൈലജ എന്നായിരുന്നു. ശൈല. പിന്നെ ഹിന്ദി സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും വിളിച്ച് വിളിച്ച് അത് ഷീലയായി മാറി. പഴയ പേരായിരുന്നെങ്കിൽ വിശ്വനാഥ് ശൈലജ. നല്ല ചേർച്ചയല്ലേ? വിക്രം ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നുള്ള രീതിയിൽ നോക്കുക. വിക്രമിനോട് ചോദിക്കും, മുമ്പ് എന്തായിരുന്നു ജോലി? എത്ര കുട്ടികളെ നോക്കിയിട്ടുണ്ട്? ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം ചോദിക്കും, അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, വെറുതെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. എന്ത് സംശയം? അല്ല, ഇവിടുത്തെ മാഡം ഒരു പ്രത്യേക ടൈപ്പാ. കുട്ടികളെ നോക്കണമെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് മാത്രമേ ആരെങ്കിലും ഏൽപ്പിക്കുള്ളൂ. നിങ്ങളെ പെട്ടെന്ന് എടുത്തതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അപ്പം അറിയാവുന്ന ആളാണെന്ന് തോന്നി. വിക്രം പറയും, ഞാൻ പോലീസിലാ, മതിയോ? അത് കേൾക്കുമ്പോൾ ശൈല പേടിക്കും. പോലീസോ? ആ അതെ, കുട്ടിയെ നോക്കാൻ വേണ്ടി മാത്രമല്ല, അത്യാവശ്യം ചില കേസുകൾ കൂടെ അന്വേഷിക്കാൻ വന്നതാ. ഒന്നുമില്ല. വിക്രം പറയും, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം ശൈല നൽകേണ്ടി വരും. എന്ത് ചോദ്യങ്ങൾ? വിക്രം പറയും, അതൊക്കെയുണ്ട്. ഷീല പേടിച്ചു കേട്ടോ. അപ്പോഴേക്കും മറ്റേ ആൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നിട്ട് സഹിക്കുന്നില്ല. ഷീലേനെ വിളിക്കൂട്ടോ വേഗം, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഷീല അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗൗരിമോൾ ചിത്രം വരയ്ക്കാട്ടോ. വിക്രമിന്റെ ചെമ്പുക ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഡലിലാട്ടോ വരയ്ക്കുന്നത്. വിൻഡോയിലൂടെ നോക്കുമ്പോൾ വിക്രം ആ വേഷത്തിൽ ചായ കുടിക്കണ പോലെ കുട്ടിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ മോള് പൊട്ടിച്ചിരിക്കും. ഈ സമയം സേതുവമ്മ മോൾക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കൂട്ടോ. എനിക്കൊന്നും വേണ്ട പാല്, എനിക്ക് ചായ മതി. അയ്യോ, കുട്ടികൾ ചായ കുടിക്കാൻ പാടില്ല. അപ്പം മോള് പറയും, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കുടിക്കല്ലോ. പാല് കുടിച്ചില്ലെങ്കിലേ ദാ ആ ചെമ്പുകനെ വിളിക്കും. അയാളെ അടിക്കല്ല, പിച്ച ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ മോള് പേടിക്കും. ശരിക്കും? ആ ശരിക്കും. ആ, പകുതി കുടിക്കാം എന്നാല്. സേതു പറയും, പകുതി കുടിച്ചാ പകുതി വെച്ച് കിട്ടും. അപ്പോഴായിരിക്കും വേദ വിളിക്കുന്നത്. ഹലോ മോളെ. അമ്മ എങ്ങനെയുണ്ട്? ഇന്ന് ബോഡി ഗാർഡ് വന്നിട്ട്. അയ്യോ, അയാളൊരു പാവാന്ന് തോന്നുന്നു മോളെ. എന്ത് ചോദിച്ചാലും അധികം സംസാരിക്കത്തില്ല, എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും. എന്തിനാണാവോ ഇങ്ങനെ ഒരു പാവത്താനെ പിടിച്ച് ബോഡി ഗാർഡ് ആക്കിയത്? അപ്പൊ ഗൗരിമോള് പറയും, പാവത്താനൊന്നല്ല, ചെമ്പുകനാ. ആ ഫോണിങ്ങതാ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് വേദയോട് സംസാരിക്കാം. ശരിക്കും ചെമ്പുകന അമ്മേ, പാല് കുടിച്ചില്ലെങ്കിൽ എന്നെ പിച്ചു കൊല്ലുമെന്ന് ഇപ്പൊ അച്ഛമ്മ പറഞ്ഞതേ ഉള്ളൂ. വേദ ചിരിച്ചിട്ട് പറയും, അങ്ങനെയൊന്നും ഇല്ല മോളെ, ചെമ്പുകൻ പിച്ചു കൊല്ലും. വേദ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നേ അമ്മ പറഞ്ഞോളാം. ഇപ്പൊ പറയണം. അപ്പൊ വേദയ്ക്കും, ഇപ്പോഴോ? പാല് കുടിച്ചില്ലെങ്കിൽ പിച്ചരുതെന്ന് പറഞ്ഞാൽ മതി. ശരി, ഫോൺ കൊടുക്ക്, അമ്മ പറയാം എന്ന് കേൾക്കലും മോളെ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാ. ഇതാ അമ്മ സംസാരിക്കട്ടോ, ഞാൻ ഫോണ് കൊടുക്കട്ടെ? എന്ന് വേദ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയും,
മാഡം റവന്യൂ മിനിസ്റ്റർ വരുന്നുണ്ട്. അതിൽ വേദ പറയും മോളെ അമ്മ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യും. മോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വിക്രത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഷോ അമ്മ കട്ട് ചെയ്തു. പാല് കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവെന്ന് അമ്മയ്ക്ക് അറിയാം, അതാ കുടിക്കി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ മോള് വിക്രമിനെ നോക്കാട്ടോ. സേതു അമ്മ പറയും നോക്കണ്ട പിച്ചു അല്ലേ ഇത് കുടിക്കണ്ടേ. വിക്രം പറയും പിന്നെ കുടിച്ചേ പറ്റൂ. അങ്ങനെ മോള് പേടിച്ചുകൊണ്ടാട്ടോ വിക്രമിനെ നോക്കിക്കൊണ്ട് ആ പാല് കുടിക്കുന്നത്. കുട്ടി നോക്കുമ്പോഴൊക്കെ ചെമ്പൂകനടുത്തേക്ക് വരുന്നത് പോലെ തോന്നും കേട്ടോ. വിക്രം ഇങ്ങനെ നോക്കി ചിരിക്കാനേ. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷും അരവിന്ദേട്ടനും ആമയും കൂടെ ചീട്ട് കളിക്കാം. മാഷു പറയുന്നുണ്ട് കളി വശല്ലെന്ന്. ആമി അറിയും അതൊക്കെ ഞാൻ എക്സ്പെക്ട് ആക്കി തരാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബൈക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നത്. വിക്രമാണെന്ന് തോന്നുന്നു. മാഷ് എണീക്കാൻ തുടങ്ങുമ്പോൾ ആമി പറയും ഞാൻ പോയി നോക്കാം. അങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ വിക്രം ഇങ്ങനെ ചുറ്റി പോകാൻ തുടങ്ങുക കേട്ടോ. ബാക്കിലല്ലേ അവരുടെ ഡോറ്. അതെ ഇവിടെ മാഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ വിക്രം മുന്നിലൂടെ തന്നെ കയറും കേട്ടോ. അങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ അച്ഛൻ ഇതൊന്നും പതിവില്ലല്ലോ. ആമി അറിയും വയസ്സാങ്കാലാവുമ്പോൾ ഞാനെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കിക്കോളാം. അല്ല എന്തായി മേയ്ക്കാൻ പോയിട്ട്? മേയ്ക്കാനോ? ആമി പറയും അതെ, ഒരു തരത്തിൽ കൂടെ നടന്ന് കുട്ടിയെ മേയ്ക്കലാണല്ലോ പണി. വിക്രം പറയും ഓ അങ്ങനെ. മാഷ് വയ്ക്കും മോളെങ്ങനെയാ കുറുമ്പിയാണോ? വിക്രം പറയും പിന്നെ നല്ല പത്തരമാറ്റു കുറുമ്പിയാ. അവൾ എന്നെ കണ്ടതേ അവൾക്കെതിരായിട്ട് കയറി ചെന്ന ഒരാളായിട്ടാ. അതിന്റെ ഒരു പ്രശ്നം അവൾക്കുണ്ട്. ചെന്നപാടെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? പതിയെ റെഡിയാവും. ആമി പറയും അപ്പൊ ഞാൻ പറഞ്ഞത് അച്ചട്ടായി. ശരിക്കും മേയ്ക്കല് തന്നെയാ പരിപാടി. വിക്രം മാഷോട് പറയും പിന്നെ നാളെ മുതൽ എന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അച്ഛനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാലോ അല്ലേ? എന്ന് വെച്ചാൽ വിക്രം പറയും ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വീക്കെൻഡിലേ വരാൻ പറ്റുള്ളൂ എന്ന്. വീക്ക് ഡേയ്സിലൊക്കെ അവിടെ ഉണ്ടാവണമെന്ന്. ആമി പറയും ഇതൊരുമാതിരി ഹോം നേഴ്സിനെ നിർത്തുന്ന പോലെയല്ലോ. അരവിന്ദേട്ടൻ പറയും അപ്പൊ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വരില്ലേ? ഔട്ട് ഹൗസ് ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. വിക്രം പറയുമ്പോൾ മാഷ് വയ്ക്കും രാത്രിയും പകലും അവിടെ നിൽക്കണം എന്നാണെങ്കിൽ ആ പണി വേണോ വിക്രം? വിക്രം പറയും എന്തായാലും ആൻഡ്രൂ സാറിനോട് ഏറ്റുപോയതല്ലേ അച്ഛാ, കുറച്ചുനാൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒഴിവുകേട് പറഞ്ഞിട്ട് പോരാം, അതല്ലേ നല്ലത്. മാഷ് പറയും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നീ എല്ലാം വ്യക്തമായി പറയണം. ഇങ്ങനൊരു ഫുൾ ടൈം ജോലിയല്ല പ്രതീക്ഷിച്ചതെന്ന് അറിയിക്കണം. വിക്രം പറയും എന്തായാലും അടുത്ത ആഴ്ച കാണുമല്ലോ അപ്പൊ പറയാം. ആമയ്ക്ക് ഇന്ന് കണ്ടില്ലേ? വിക്രം പറയും ഞാൻ ചെല്ലുമ്പോ ആ കുട്ടിയുടെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ എവിടെയോ സബ് കളക്ടർ എന്തോ ആണ്. ഞാൻ എത്തുമ്പോഴേക്കും അത്യാവശ്യമായിട്ട് അവര് പോയി. മാഷ് എന്തോ ആലോചിച്ചിരിക്കണേ. വിക്രം ചോദിക്കും എന്തു പറ്റി അച്ഛന്റെ മുഖം അല്ലാണ്ടിരിക്കുന്നേ? മാഷ് പറയും ഇങ്ങനെ രാവും പകലും ഒരു വീട്ടിൽ നിന്ന് മാറാതെ ഉള്ള ജോലി എന്ന് പറയുമ്പോ വിക്രം പറയും സാരമില്ല അച്ഛാ, ആ കുട്ടിയെ ഡീൽ ചെയ്യുന്നതിലെ ഒരു രസമൊക്കെ ഉണ്ട്. അച്ഛൻ കരുതുന്ന പോലെ ഇത് അത്രയ്ക്ക് ബോറിന് ഏർപ്പാടല്ല. ചെറുപ്പത്തിലെ അപ്പുമ്പോൾ നമ്മുടെ വീട്ടിൽ വരാറുള്ളത് ഓർമ്മയില്ലേ? എവിടെയോ അതുപോലെയൊക്കെ ഒരു ഫീല്, നമ്മുടെയൊക്കെ അടുത്തൊരാളെ പോലെ തോന്നല്. എന്നാ സാറിരിക്കേ നമുക്കൊരു റൗണ്ട് ഇരിക്കാം. വിക്രം പറയും അയ്യോ ഇല്ല, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അരവിന്ദൻ പറയും എങ്കിൽ ഇവിടുന്ന് കഴിക്കാം. മാഷ് പറയും വേണ്ട അരവിന്ദ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമി പറയും എങ്കിൽ ചെല്ലേ ഞാൻ കുറച്ച് കറിയായിട്ട് വരാം. മാഷ് പറയും വേണ്ട മോളെ അവിടെ ഇരിപ്പുണ്ട്, ഇത്തിരി കറിയല്ലേ സാരമില്ല എന്ന് പറയുമ്പോൾ മാഷും വിക്രമും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോട്ടോ. അവിടെയാണ് ഈ പാർട്ട് കഴിയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ പ്രൊമോ ആയിട്ട് ഉടൻ വരുന്നതാണ്. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്